ഉയർന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. രാത്രി മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പം കാണുകയാണ് കർത്താവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നാം കാണും. 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് തനിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് തനിച്ചു പ്രാർത്ഥിച്ചു. ഇനി 9:28 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? മലയും, അവിടെയാണ് ഈ മറുരൂപ മലയുടെ അനുഭവം ഉണ്ടാകുന്നത്. വസ്ത്രം തേജസ്കരിക്കപ്പെടുന്ന അനുഭവമൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രാർത്ഥനയിൽ ഭയങ്കര തേജസ്കരണം ഉണ്ടാകും. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ നമുക്ക് ഭയം തോന്നും. അവരുടെ മുഖത്തൊരു പ്രത്യേക ദൈവതേജസ് കാണും. ഞങ്ങളുടെ ആത്മീയ ഒരു പിതാവ് ഉണ്ടായിരുന്നു, CC മാത്യു സാർ, മലപ്രയാണം കൂട്ടം. അവിടെയാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുക 50 വർഷം മുമ്പ്. എൻ്റെ ഓർമ്മയിലുണ്ട്, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു. കാരണം അത്ര തേജസ്സായിരുന്നു. അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മുഖഭാവം മാറുകയാണ്. വസ്ത്രം തേജസ് കൊണ്ട് നിറയുകയാണ്. അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം അല്ലേ. അപ്പം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദിനമതിൻ തുടസത്തിൻ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല. പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തെ കണ്ടവന് അന്നത്തെ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ കഴിയും. യേശു പ്രാർത്ഥിക്കാൻ പോയി. ആരൊക്കെ? പത്രോസും യാക്കോബും യോഹൻ. അവിടെയാണ് ഞാൻ പകലൊരു കാര്യം പറഞ്ഞു കുഞ്ഞുങ്ങളോടൊക്കെ, പ്രയർ പാർട്ട്ണർ. എല്ലാവരും പറഞ്ഞ് എന്ത് വേണം? നമുക്കൊന്നോ രണ്ടോ കൂട്ടുകാർ വേണം, പ്രാർത്ഥിക്കുന്ന കൂട്ടാളികൾ. അത് വലിയൊരു പണ്ടൊക്കെ മിക്കവർക്കും ഉണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ കൂട്ടാളിയാണ്. അമ്മമാരൊക്കെ ഒന്നിച്ചിരുന്ന് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ അവരൊന്നിച്ച് കൂടുമായിരുന്നു പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയൊക്കെയാണ് ദൈവസഭകളായി രൂപപ്പെട്ടത്. ആ പ്രാർത്ഥനയൊക്കെയാണ് വലിയ കൂട്ടായ്മകളായിട്ട് മാറിയത്. 1, 2, 3 പേര് നടത്തിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ. അവർ ഉച്ച കഴിഞ്ഞും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ കൂടി. ആൾക്കൂട്ടം ആരവാരം ഒന്നുമില്ലാതെ അവർ പ്രാർത്ഥിക്കാൻ കൂടി. അതിലേറെയും സഹോദരിമാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് അവിടെ എല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മുഖാന്തരം ധാരാളം പ്രവർത്തനങ്ങളുണ്ടായി, സഭകളുണ്ട്. എല്ലാ സഭകളുടെയും പിന്നിലെ ചരിത്രം അങ്ങനെ നിശ്ചയാൽ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുവാൻ. യേശു കർത്താവ് 3 പേരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. എല്ലാവരും പറഞ്ഞ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത് അധ്യായം. ഞാനിങ്ങനെ പെതുക്കെ പറയുന്നതുകൊണ്ട് ഉണർവില്ലെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഒരു ഉണർവില്ലെന്നൊക്കെ ഞാൻ വേണേൽ സ്പീഡിൽ പറയണോ? ഓക്കെ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത് അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 11. അവൻ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് പറഞ്ഞു, കർത്താവെ, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അത് വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മൾ ഈ മക്കളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. അത് വേറൊരു കാര്യം, പഠിപ്പിക്കണം. നല്ല വാചകങ്ങളിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. പക്ഷേ എപ്പോഴും ഓർക്കപ്പെടേണ്ടത്, രഹസ്യത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പരസ്യത്തിൽ എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റൂ. പരസ്യമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കണം? രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പത്രോസ് യാക്കോബ് യോഹന്നാനെ കൂട്ടിക്കൊണ്ട് മലയിൽ പോയി യേശു പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവ് തനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കും. അവിടെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവർ തന്നെ എന്ത് ചെയ്യാൻ പഠിക്കും? പ്രാർത്ഥിക്കാൻ പഠിക്കും. പക്ഷെ ദൗർഭാഗ്യവശാൽ പിണങ്ങരുത്. എനിക്ക് 4 പിള്ളേരുണ്ട്, ഞാനും ഒരപ്പനാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. സഹോദരിമാരൊക്കെ അമ്മമാരൊക്കെ കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. മിക്കവാറിടത്തും ഈ അച്ചായന്മാർ പ്രാർത്ഥിക്കുന്ന കുറവാണ്. അവർ പറയും, അവളങ്ങ് പ്രാർത്ഥിച്ചോളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. അയ്യോ എൻ്റെ പൊന്നു പാർഷേ, അവിടെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് കിളത്താനൊക്കെ മിടുക്കരാ. അച്ഛൻ ഒരു പണിയില്ലേ? പിള്ളേരെപ്പോഴും നോക്കുന്നത് അമ്മയാണോ അച്ഛനെയാണോ? പിള്ളേരെപ്പോഴും മാതൃകയാക്കുന്നതും നോക്കുന്നതും ആരെയാണ്? അമ്മയാണ് അച്ഛനെയാണ്? അമ്മയാണ് അച്ഛനെയാണ്? അതായത് ഈ അമ്മ കൊടുക്കിടാന്ന് പറഞ്ഞാൽ പിള്ളേർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ AK-47 കയ്യിലെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ബുള്ളറ്റ് വാരി എഴുന്നേക്കടി കിടക്കുന്ന കിടപ്പുണ്ടോടി പഠിക്കടി പൊടി അതെപ്പം വരെ നിൽക്കാൻ രാത്രി വയ്യോളം കാണും. ഒരു പരിധി വരെ പിള്ളേരാരും ഇത് മൈൻഡ്. അതിങ്ങനെ തുടങ്ങും. എന്നോട് പിള്ളേർ രാവിലെ ബുള്ളറ്റ് ഇടും,
അതിങ്ങനെ വെടി പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. എപ്പം വരെയാ? രാത്രി വരെ അല്ലേ? കിടക്കുന്ന വരെ പഠിക്കടി പൊടിക്കടി പൊടി വടി അടി ഇടി തൂക്കടി തകടി ജോലിയടി അത് അടി. ഈ അമ്മയ്ക്ക് ഞാനൊന്ന് ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോഴത്തേന് അമ്മയ്ക്ക് അങ്ങ് സോക്കടാ. ഞാൻ ചുമ്മാ ഇരിക്കുന്ന കാണുന്ന അമ്മയ്ക്ക് സോക്കടാ. അപ്പോൾ നമ്മളങ്ങനെയൊക്കെ പറയും. പക്ഷേ അച്ഛന്മാരങ്ങനൊന്നും പറയത്തില്ല, പറഞ്ഞതല്ലേ. അപ്പോൾ എല്ലാവരും നോക്കുന്ന അപ്പന്മാരെ. അതുകൊണ്ട് ഈ അപ്പന്മാർ പ്രാർത്ഥിക്കണം. അതിനൊരു കാരണമുണ്ട്. എന്നറിയാം, ഞാൻ വെല്ലുവിളിച്ച് പറയാം, കുറേ സത്യമായിരിക്കാം. വെല്ലുവിളിച്ചെന്ന് പറയുന്ന വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഗ്യാരണ്ടിയാണ്. സ്ത്രീകൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ 1 ദിവസം ഉപവസിച്ചാൽ നടക്കും. ഇവർ 3 ദിവസം കിടന്ന് കരഞ്ഞു കൂവി പ്രാർത്ഥിക്കുന്ന സാധനം ആണുങ്ങൾ 1 ദിവസം പ്രാർത്ഥിച്ചാൽ നടക്കും. എന്നാ കാര്യം ചോദിച്ചാൽ, സ്ത്രീയുടെ തല പുരുഷൻ്റെ തല ക്രിസ്തു. ഈ തല പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നടക്കും. ഈ തല അനങ്ങിയാൽ എല്ലാം അനങ്ങും. പാമ്പ് കിടന്നനങ്ങുമ്പോൾ വാലനങ്ങിയാൽ തല അനങ്ങുമോ? ഇല്ല. തല അനങ്ങിയാലും വാലനങ്ങും. ആണുങ്ങൾ പ്രാർത്ഥിക്കണം, സഹോദരന്മാർ പ്രാർത്ഥിക്കണം, പിതാക്കന്മാർ പ്രാർത്ഥിക്കണം. പിതാക്കന്മാർ പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. നമ്മുടെ വർഗം പ്രാർത്ഥിച്ചാലേ പിള്ളേർ പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മുടെ വർഗം കൈയടിച്ചാലേ പിള്ളേർ കൈയടിക്കത്തുള്ളൂ. പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ എല്ലാവരുടെയും സങ്കടമാണ്, പിള്ളേർ പ്രാർത്ഥിക്കുന്നില്ല, പിള്ളേർ കൈയടിക്കുന്നില്ല, പിള്ളേർ യോഗത്തിന് വരത്തില്ല, പിള്ളേരുടെ അച്ചായനും കൈയടിക്കത്തില്ല. അച്ചായന്മാർ കൈയടിച്ചാൽ എല്ലാവരും കൈയടിക്കും. അതുകൊണ്ട് എല്ലാ ആണുങ്ങളും സഹോദരന്മാരും പ്രാർത്ഥിക്കണം. ഞാനൊരാണാണ്, നമ്മളൊന്നിച്ച് ഒരു വർഗമാണ്, ഞങ്ങളുടെ വർഗമല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കും. അപ്പം അന്നേരം ആരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട. ഈ പ്രാർത്ഥിക്കാൻ പഠിച്ച ക്രിസ്തുവിൻ്റെ ശിഷ്യർ തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചറിയും, സുവിശേഷത്തോട് ആവേശമുള്ള പാർശ്വയുടെ വിശ്വാസികൾ സുവിശേഷത്തോട് താല്പര്യമുള്ളവരായിരിക്കും. കാരണം എല്ലാം ചൊല്ലുണ്ട്, യഥാ പിതാ തഥാ സുധ. യഥാ പിതാ തഥാ സുധ. എങ്ങനെയാണോ ഒപ്പൻ അങ്ങനെയായിരിക്കും ആര്? മക്കൾ. യഥാ മാതാ തഥാ പുത്രി. യഥാ മാതാ തഥാ പുത്രി. എങ്ങനെയായിരിക്കുമോ അമ്മ അങ്ങനെയായിരിക്കും ആര്? മകൾ. യഥാ രാജ തഥാ പ്രജ. അർത്ഥം, എങ്ങനെയാണോ രാജാവ് അങ്ങനെയായിരിക്കും ആര്? പ്രജകൾ. ഞാൻ ഇച്ചിരൂടെ കൂട്ടി പറയും, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. എങ്ങനെയാണോ പാസ്റ്റർ അങ്ങനെയായിരിക്കും ആര്? വിശ്വാസി. അതിനൊരു ഉദാഹരണം പറയാം. ഈ കത്തോലിക്ക സഭയിൽ നിങ്ങൾ പോയി, കത്തോലിക്ക ചർച്ചിൽ പോയിട്ട് നോക്കി, കത്തോലിക്ക പള്ളിയിൽ പോയാൽ അവിടുത്തെ വിശ്വാസികൾ നന്മ പറഞ്ഞു പറയുമ്പോൾ നിനക്ക് സമാധാനം സ്വസ്തിയും ഇങ്ങനെ ആടുവോ? ആടാറുണ്ടോ? ഇല്ല. എന്നാൽ പല പെന്തക്കോസ് പള്ളിയിൽ പോയിക്ക് വിശ്വാസികൾ സ്തോത്രം 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 ആടും. ഇവരാടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രാവിലെ ഒരാൾ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ആടും. ആരാ? പാസ്റ്റർ. സ്തോത്രം സ്തോത്രം. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളു. പണ്ട് ഈ മേശയായിരുന്നു. അപ്പോൾ ഈ രാവിലെ യോഗം തുടങ്ങുമ്പോൾ ഉപദേശ സ്തോത്രത്തിൽ ജാഗരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ആരാ വന്ന് നോക്കാൻ? ഈ മേശയുടെ സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ ആടുന്ന പാസ്റ്ററുടെ വിശ്വാസി എന്ത് ചെയ്യും? ആടുമെന്നാണ് പറയുക. പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചോളും? പ്രാർത്ഥിക്കാൻ പഠിക്കും. അപ്പോൾ യേശു പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. കർത്താവ് എന്ത് ചെയ്യാനേ പഠിപ്പിച്ചുള്ളൂ? പ്രാർത്ഥിക്കാനേ പഠിപ്പിക്കും. കർത്താവ് പ്രസംഗിക്കാൻ പഠിപ്പിച്ചോ? ഇല്ല. കർത്താവിനെ അറിയാം, പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്തോളും? പ്രസംഗിച്ചോളും. കർത്താവ് രോഗശാന്തി പഠിപ്പിച്ചോ? ഇല്ല. പക്ഷെ കർത്താവിനറിയാം, പ്രാർത്ഥിക്കുന്നിടത്ത് എന്ത് നടക്കും? രോഗശാന്തി നടക്കും. കർത്താവ് പ്രോഫിറ്റിക്കൽ സ്കൂളുകളുണ്ട്. കർത്താവ് അങ്ങൊന്നും പഠിപ്പിച്ചില്ല. കർത്താവ് പഠിപ്പിച്ചത് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നിടത്ത് ഇതെല്ലാം നടക്കും. യേശു ഒരിടത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അപ്പം കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എല്ലാവരും പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുക. അതൊരു മോഡലാണ്. യു ഹാവ് ടു പ്രേ ലൈക്ക് ദിസ് എ മോഡൽ. അത് പ്രാർത്ഥിക്കുന്നത് തെറ്റെന്നല്ല, അർത്ഥത്തിലല്ല, അതൊരു മോഡലാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സ്കെൽറ്റാണ്. നമ്മൾ വീടെടുക്കുമ്പോൾ ഒരു പ്ലാൻ തരുന്ന പോലെ ആ പ്ലാനിന്മേ വേണം, ആ പ്ലാൻ അനുസരിച്ച് വേണം പണിയാൻ. ഇതുപോലെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയണം, മേളിൽ നമുക്ക് ആരുണ്ട്? ഒരു പിതാവുണ്ട്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ മതങ്ങൾക്ക് പേടിയാണ്. കാരണം ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. കർത്താവാണ് നമ്മളെ പഠിപ്പിക്കുക ദൈവത്തെ എന്തെന്ന് വിളിക്കാൻ.
ഈ ദൈവം നമുക്ക് പിതാവായി മാറും ക്രിസ്തുവിലൂടെ. കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയൊരു ഭാഗ്യം നൽകി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പറഞ്ഞേ ദൈവമക്കളായി. അപ്പം ദൈവത്തെ മക്കളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ ദൈവം നമുക്ക് ആരാ? പിതാവാണ്, നമ്മുടെ പിതാവാണ്. എൻ്റെ അല്ല, നമ്മുടെ. ഒരു കോപ്പറേറ്റീവ് ലെവലില്ല, കൂട്ടായ ഒരു കാര്യം. ദൈവം നമ്മുടെ ആരാ? പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്തൊരു വാക്ക് വളരെ ഗൗരവമായി കാണും. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിച്ചത്? വായിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്ത വാക്കം, അങ്ങയുടെ നാമം പൂജിതമാകണം, വിശുദ്ധമാകണം. അങ്ങയുടെ നാമം എന്താകണം? എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണം. അങ്ങനെ പറഞ്ഞേ. അതായത് ഈ ദൈവം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒന്നാമത്തെ പ്രാർത്ഥന, പിതാവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താകണേ? വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണോ? ആണോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്. യെശയ്യാവ് 6, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. സാറാഫുകൾ 2 കൊണ്ട് പാദം പൂടി, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പം ദൈവത്തിൻ്റെ നാമം എന്താണ്? പരിശുദ്ധം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ നാമം എന്താണ്? പരിശുദ്ധം. പിന്നെ എന്തിനാ കർത്താവ് പഠിപ്പിച്ച് അങ്ങയുടെ നാമം പൂജിതമാകണമേണ്? സ്വർഗത്തിൽ പരിശുദ്ധമായ ദൈവത്തിൻ്റെ നാമം ഭൂമിയിൽ അശുദ്ധമാകുന്നതോ വിശുദ്ധമാകുന്നതോ ആരിലൂടെ? മനുഷ്യർ. ഏത് മനുഷ്യരിലൂടെ? ബഷീർക്ക, നമ്മുടെ ഇക്ക, നമ്മുടെ അണ്ണനാ, നമ്മുടെ കൂട്ടുകാരനാ. അണ്ണൻ രണ്ടാമത്തെ ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ അണ്ണന് 2 ഭാര്യമാരുണ്ട്. ദൈവത്തിൻ്റെ നാമം അശുദ്ധമാവൂ? ഇല്ല. അണ്ണന് 2 നമ്മൾ കണ്ടപ്പം പറഞ്ഞു, അണ്ണാ ഒന്നിനെ കൊണ്ടടക്കാൻ എങ്ങനെയാണ് നമുക്ക് അറിയത്തുള്ളൂ. അണ്ണൻ എന്ത് ഈസിയായിട്ട് 2നെ കൊണ്ടടക്കുന്നത്? വാഴ് നമസ്കാരം. അണ്ണനെ പഠിക്കാൻ തീരുമാനിച്ചേക്കുക. അണ്ണന് 2 ഭാര്യമാരുണ്ട്. പ്രശ്നമുണ്ടോ? ഇല്ല. ദൈവനാമം ദൂഷിക്കുമോ? ഇല്ല. കൊച്ചേട്ടൻ ഭാര്യ പ്രസവിച്ചപ്പം കൊച്ചേട്ടൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വന്ന ഭാര്യയുടെ അനിയത്തെ കൂടെ കൊണ്ടാടുന്നു. ദൈവനാമം ദൂഷിക്കുമോ? ഇല്ല. ദൂഷിക്കുമോ? ഇല്ല. മിടുക്കൻ, കഴിവുള്ളവൻ, ഇങ്ങനെ വേണം. പെണ്ണുങ്ങളെ വളയ്ക്കാൻ അറിയാം. ക്ഷമിക്കണേ. ഉപദേശി ഒരു പെണ്ണിനെ കൊണ്ട് പോട്ട് പറയുമോ? മിടുക്കൻ, കലാകാരൻ, ഇങ്ങനെ വേണം. പറയുമോ? പറയുമോ? ഇല്ല. കള്ളൻ, ചതിയൻ, വഞ്ചകൻ, പന്നൻ, നാറി, എറിയും. ഓടിക്കത്തില്ലേ? ഓടിക്കും. എന്നാ അവർക്കാകാവുന്നത് ഇവർക്കാകുന്നത് ഉപദേശിക്കാകത്തില്ലേ? ആകത്തില്ലേ? ആകാം. പക്ഷെ ഉപദേശിക്കാകാൻ നോക്കൂ? ഇല്ല. ഇല്ല. ആകൂ? ഇല്ല. ഞാൻ അഹങ്കാരം പറയുകയല്ല, ക്ഷമിക്കണം, വിനയപ്പെട്ട് പറയുക. കുഞ്ഞിലെ നല്ലപോലെ യൂത്ത് ഫെസ്റ്റിനൊക്കെ ഞാൻ പ്രസംഗിച്ചാൽ, എൻ്റെ അപ്പച്ചൻ നല്ലപോലെ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ പുറകെ ആരും പ്രസംഗിക്കത്തില്ലായിരുന്നു, തകർത്തു വരുമായിരുന്നു. എനിക്കൊരു കൃപയുണ്ട്, കഴിവുണ്ട്, ഒരു ജന്മസിദ്ധമായ ഒരു കൃപയുണ്ടായിരുന്നു അതിന് അന്ന്. പിന്നെ അതും കെട്ടുപോയി. പിന്നെ ഇപ്പോൾ ഞാൻ വേണേൽ പഠിച്ചാൽ വായിച്ചാൽ ഇലക്ഷനെ പ്രസംഗിക്കാം, സത്യമായിട്ടും പ്രസംഗിക്കാം. ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ ഇലക്ഷന് പ്രസംഗിച്ചാൽ, ഒരാൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ, പാസ്റ്റർ എല്ലാവരും ബഹുമാനിക്കുന്ന, നമുക്ക് ആശ്വാസമാകുന്ന പ്രിൻസ് പാസ്റ്ററെ 12ാമത്തെ ദിവസം പ്രസംഗിക്കാൻ വിളിക്കുമോ? വിളിക്കുമോ? ഇല്ല. ഞാൻ ഇന്ത്യൻ പൗരനല്ലേ? ഞാൻ ഇന്ത്യൻ പൗരനല്ലേ? ആണ്. എനിക്ക് രാഷ്ട്രീയ ബോധമില്ലേ? ഉണ്ട്. പക്ഷേ എനിക്ക് രാഷ്ട്രീയത്തിന് പ്രസംഗിക്കാൻ ഒക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഒക്കാത്തേ? എന്നെ വിളിച്ചത് അതിനല്ല. എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാണോ? അല്ല. നല്ല കലയാണ് സിനിമ എന്ന് പറഞ്ഞാൽ, നല്ല സിനിമ എന്ന് വെച്ചോ, നല്ല സിനിമയ്ക്ക് നിരൂപണം എഴുതുന്ന അച്ഛന്മാരുണ്ട്. നല്ല സിനിമയെ കണ്ടിട്ട് നിരൂപണം പറയുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ഒരു പടം വന്നു വെക്കുക, ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു സിനിമ വന്നു മക്കളെ, കലാമൂല്യമുള്ള, വാല്യമുള്ള നല്ല പടമാണ്. എനിക്കും ഭാര്യയ്ക്കും കൂടെ കാണാൻ പോകാൻ ഒക്കും.
പറ, നോക്കൂ. ഇല്ല. വന്നപ്പോൾ അവർ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു പടം? താങ്കൾ ആരാണ്? ഞാൻ പാസ്റ്റർ പ്രിൻസാണ്. ഈ പടം എല്ലാവരും കാണേണ്ടതാണ്. ജാതിമത ഭേദമന്യേ എവർക്കും നല്ല സമൂഹത്തെ ഒത്തിരി മാറ്റിമറിക്കുന്ന മൂല്യങ്ങളുള്ളൊരു പടമാണ്. പറഞ്ഞ ഒക്കൂ? പറ, ഒക്കൂ? ഇല്ല. എനിക്ക് പൗരബോധമില്ലേ? എനിക്ക് അവകാശം ഇല്ലേ? ഒക്കൂ? ഇല്ല. എന്താ ഒക്കാത്തേ? എന്താ ഒക്കാത്തേ? ഞാനാ? ആരാ? പാസ്റ്റർ, വിശ്വാസിയാ. ഇനി ഒന്നുകൂടെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ആദ്യക്കാരൊക്കെ വെള്ളം അടിച്ചാൽ പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളവിടെ വെള്ളം അടിച്ചാൽ പിന്നെ ആൾക്കാർ വെള്ളം അടിച്ച് മൂത്ത് കഴിയുമ്പോൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, അളിയാന്ന. ഇവിടെ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അടിച്ച് പെരുത്താൽ പിന്നെ അളിയ, അങ്ങനെ വിളിക്കുന്ന ഒത്തിരി അളിയന്മാർ എനിക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു അളിയൻ എന്നെ വിളിച്ചു, അളിയാ, അളിയൻ എവിടാ? ഞാൻ പറഞ്ഞ്, അളിയൻ എവിടെങ്കിലും ആട്ടെ, എന്താ അളിയൻ്റെ കാര്യം പറ. എടോ അളിയാ, നമ്മുടെ ടൗണിലേക്ക് ഇപ്പം വരണം, എമർജൻസിയാണ്. താൻ എവിടെ ആണെങ്കിലും ഒരു 5 മിനിറ്റകത്ത് ഇവിടെ എത്തണം, ഓടി വരണം, എമർജൻസി ഒരു കാര്യം. ഞാൻ പറഞ്ഞു, എനിക്ക് വരാനൊക്കില്ല അളിയാ, ഞാനിപ്പോൾ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തരുത്, അളിയൻ കാര്യം പറ. എടോ അളിയാ, നമ്മുടെ സഭയിൽ, നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര് ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ഒരു കുപ്പി മേടിക്കാൻ ക്യൂ നിൽപ്പുണ്ട്. കുറച്ച് ശാനപ്പെട്ട ഒരാളാണ് പുള്ളി. ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ കുപ്പി മേടിക്കാൻ നിൽപ്പുണ്ട്. മനസ്സിലായി പറഞ്ഞേ? ബിവറേജ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ബിവറേജിന് മുമ്പിൽ കുപ്പി മേടിക്കാൻ നിൽപ്പുണ്ട്. അളിയൻ വന്നേ. ഞാൻ പറഞ്ഞു, ഞാനിപ്പം വരാം, അതിന് മുമ്പിൽ കൊണ്ട് നടക്കാം, അവൻ എന്നെ ഒന്ന് കാണട്ടെ, കണ്ടാൽ ഒന്നി ശരിയാവും, അല്ല പിന്നെ വരാതാവും, ഏതെങ്കിലും ഒന്ന് ശരിയാകട്ടെ. ഞാൻ ചോദിച്ചു, അളിയൻ എവിടാ? ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ നിൽക്കുന്നു. അതാണ് എനിക്ക് അത്ഭുതം, എൻ്റെ രസമിപ്പിച്ചത്. ഞാൻ എവിടെ നിൽപ്പുണ്ട്? ആ ക്യൂവിൽ നിന്നുകൊണ്ട്, അളിയൻ ബാ, ഇവൻ വിശ്വാസി, നിങ്ങളുടെ സമയം വരുന്നത്, താണ്ട് ഇവിടെ നിൽക്കുക. അളിയൻ എവിടെ നിൽക്കുന്നേ? അവൻ്റെ പുറകെ ക്യൂ നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞ കാര്യം സത്യമാണ്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. അതിൻ്റെ കാര്യം, നീ ആരായിപ്പോയി? നീ ഇവിടെ നിന്നാൽ എന്നാ കുഴപ്പം? ബെവറേജ് ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ടാക്സ് മുടക്കി നമ്മൾ മേടിക്കുന്ന കാര്യമാണ്. ആരും പോലീസ് പിടിക്കത്തില്ല, ഇത്ര കുപ്പി വരെ മേടിക്കാം. പക്ഷേ അവനവിടെ നിൽക്കാൻ പാടില്ലെന്ന് അളിയൻ പറയുന്നു. അളിയൻ പറഞ്ഞു, അളിയ എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. അതിൻ്റെ കാര്യം പറഞ്ഞു. അളിയൻ നിന്നാൽ എന്താ കുഴപ്പം? അളിയൻ വിശ്വാസി, ഈ അളിയൻ നിന്നാൽ എന്നാ കുഴപ്പം? അപ്പോൾ കുടിക്കുന്ന അളിയനും പറയുന്നു, നീ എന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. കുടിച്ചാൽ എന്താ പറ്റും? ദൈവനാമം ദുഷിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടു, അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി അടുത്ത് പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കരിസ്മാറ്റിക് പ്രീച്ചറുണ്ട്, നല്ലൊരു അച്ഛനാണ്, കത്തോലിക്ക സഭയിൽ ഒരു വൈദികനാണ്, ഫാദർ ജോസഫ് മഞ്ഞളി. അച്ഛന് നല്ല പ്രസംഗമാണ്. അച്ഛനൊരു കഥ പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞ കഥ, അച്ഛന് ചെറുപ്പമായിരുന്നപ്പോൾ, കൊച്ചച്ഛനായിരുന്നപ്പോൾ മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കാൻ പോയി. മറൈൻ ഡ്രൈവ് അറിയാമോ? കൊച്ചിയിലാണ് മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. നല്ല പിള്ളേരെല്ലാം വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ അതുവഴി ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്, കിളികൾ വന്നിരിക്കും. കിളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആംഗ്ലി പെങ്കിളി, ആംഗ്ലി പെങ്കിളി, ആംഗ്ലി പെങ്കിളി ഇങ്ങനെ വന്നിരിക്കും. അപ്പം കുറേ കിളികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ നടന്നപ്പോൾ അതിൽ ഒരു കിളി, ഒരു ആംഗ്ലി അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് നോക്കുമ്പോൾ പുള്ളി അങ്ങ് തല മാറ്റും. പിന്നെ അച്ഛൻ നടക്കുമ്പോൾ മൂന്നാല് വട്ടം അച്ഛനങ്ങ് നോണൊക്കെ ഇടും, ദേഷ്യം. പക്ഷെ മിണ്ടാനൊക്കെ കുപ്പായി ഇട്ടേക്കുമല്ലേ. അച്ഛൻ പിന്നെ നടത്തം നിർത്തിയെങ്കിൽ പോകുന്നു. വൈകിട്ട് വന്നിട്ട് ബിഷപ്പ് ഹൗസിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുക. അപ്പോൾ വല്യച്ഛന്മാരെല്ലാം ഉണ്ട്, ഇവരിങ്ങനെ ടേബിളെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പം അടുത്തിരുന്ന പ്രായമുള്ള വല്യച്ഛനോട് മഞ്ഞളിയച്ഛൻ പറഞ്ഞു, അച്ചോ ഞാനിന്ന് മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. എന്നിട്ട് അച്ഛൻ മുട്ടേന്ന് വിരിയാത്ത ഒരു ചെറുക്കൻ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, ഒരു പീറ ചെറുക്കൻ അച്ഛോ ഹൂയ് 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 എന്ന് വിളിച്ചു. എന്നിട്ട് ഒറ്റ പെട അവനിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ ഇങ്ങനെ പോന്നു. അപ്പോൾ ഈ വല്യച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, മഞ്ഞളിയേ താൻ എന്തിനാ ഈ മറൈൻ ഡ്രൈവിൽ പോയേ? അപ്പോൾ മഞ്ഞളിയച്ഛൻ പറഞ്ഞു, അച്ഛാ കാറ്റ് കൊള്ളാൻ പോയാന്ന് പറഞ്ഞു. അപ്പോൾ ഒടുവിൽ കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ വല്യച്ഛൻ പറഞ്ഞു, മഞ്ഞളിയേ എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാം. ഇത് വളരെ ഗൗരവമായിട്ട് ഓർത്തോണം. എല്ലാവർക്കും എല്ലാം ആകും. പള്ളി വന്നോ
ഒരു പെന്തക്കോസ്ത് പള്ളി വന്നോ, കൈ അടിച്ചോ, സ്നാനപ്പെട്ടോ, പിന്നെ കൂച്ചുവലങ്ങ, പിന്നെ ഇഷ്ടം പോലെ പോകാനൊക്കത്തില്ല. അതിൻ്റെ കാര്യം എന്നാ ചോദിച്ചാൽ, നമ്മൾ ചലിച്ച ദൈവനാമം ദുഷിക്കും. നമുക്കെല്ലാവർക്കും പൗരബോധമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്. സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ മുണ്ടും ഷർട്ട് കൊടുക്കുന്ന ഒരാളാണ്. രാത്രിയിലൊക്കെ ചിലപ്പം തട്ടുകടയിലൊക്കെ പോയി അങ്ങനെ നിൽക്കാറില്ല. ഇപ്പം നേരത്തെയൊക്കെ നിൽക്കാറുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യനാണ്, നാട്ടിൻപുറത്തുകാരനാണ്. എന്നാലും ചിലപ്പോഴൊക്കെ ഒത്തിരി പിള്ളേരൊക്കെ പോയി ഇപ്പോൾ ഒരു കയ്യിലൊക്കെ കൊടുത്ത്, ഇപ്പം ഞാൻ കയ്യിൽ കൊടുത്തിട്ട് പോകാറില്ല, മുണ്ടൊക്കെ മടക്കി കയറ്റി കുത്തി എടേ ഒരു ചായ എന്നൊക്കെ പറയുമ്പോഴാണ് അടുത്ത ആൾ വിളിക്കുന്നത്, പാസ്റ്റല്ലേ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ അഴിയും, മുണ്ടഴിയും. കാരണം കയറ്റി കുത്തുന്നത് മോശമൊന്നും തെറ്റല്ലെങ്കിലും നമ്മൾ ആരായിപ്പോയി, പാസ്റ്റായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്താലും ഓർത്തോണം, എന്ത് ദുഷിക്കരുത്, ദൈവനാമം ദുഷിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരിക്കണം. അത് നമ്മൾ മാത്രം പോരാ കേട്ടോ. ഇന്ന് ഒത്തിരി മക്കളിൽ കൂടെ ദൈവനാമം ദുഷിക്കുന്നുണ്ട്. ഒത്തിരി ശുശ്രൂഷകർ, ഞാൻ വിനയപ്പെട്ട് പറയാം, ഭയത്തോട് പറയാം, എനിക്ക് 4 മക്കളുണ്ട്, എന്നെ ഓർത്തും പ്രാർത്ഥന. നമ്മളാരും ജയിച്ചിട്ടില്ല. ഒത്തിരി ശുശ്രൂഷകർ ശുശ്രൂഷ നിർത്തി. എന്നാ കാര്യം ചോദിച്ചാൽ, മക്കൾ കാലം വന്നപ്പോൾ ദൈവനാമം ദുഷിച്ചത് കൊണ്ട് സഭാ ശുശ്രൂഷ വിട്ടവരുണ്ട്. ഒറ്റ പ്രാർത്ഥനയാകാവൂ. കർത്താവെ, കൊട്ടാരം കിട്ടിയില്ലെങ്കിലും അധികാരം കിട്ടിയില്ലെങ്കിലും വലിയ കാറ് മേടിച്ചില്ലെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചോണം, ഈ ആയുസ്സിൽ ദൈവനാമം ദുഷിക്കാനിടയാകരുത്. അതായിരിക്കണം ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളിലൂടെ ദൈവനാമം ദുഷിക്കരുത്. ഞാൻ ലൗകികനല്ലാത്ത പോലെ നിങ്ങളും എന്താകരുത്, ലൗകികരാകരുത്. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഈ മക്കളിലൂടെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒന്നും ദൈവനാമം ദുഷിക്കാതിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളങ്ങ് ജയിച്ചു പോവും, വലിയ പരിക്കേൽപ്പിക്കാതെ അങ്ങ് പോവും. പക്ഷെ നമ്മുടെ തലമുറ വരിക ഈ ദുഷ്ടലോകത്തോടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രാർത്ഥനാ വിഷയമുണ്ട്, വേദനകളുണ്ട്, എനിക്കറിയാം. പക്ഷേ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ് കർത്താവ് പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, എൻ്റെ നാമം ദൂഷിക്കാൻ പാടില്ല. എൻ്റെ നാമം ദൂഷിക്കരുത്. നിർഭാഗ്യവശാൽ ദൈവനാമം ദൂഷിക്കുക. വർഷിപ്പ് ലീഡർ പെണ്ണെ കൊണ്ടുപോയി, പാസ്റ്റർ അതുവഴി പോയി, സെക്രട്ടറി ഇതുവഴി പോയി. ദൈവനാമം ദൂഷിക്കുക, ദൈവനാമം ദൂഷിക്കുക. പ്രാർത്ഥിച്ച് എല്ലാവരും കര ഉയർത്തി പ്രാർത്ഥിച്ച്, സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, അവിടുത്തെ നാമത്തിന് കളങ്കം വരരുത്. എനിക്ക് ഈ ആയുസ്സ് അങ്ങയ്ക്ക് വേണ്ടി ഒന്നും ഒത്തില്ലെങ്കിൽ പോലും സാരമില്ല. പക്ഷെ ദൈവനാമം ദുഷിക്കാതെ ജീവിക്കാനൊത്തെങ്കിൽ അതിപ്പരം ഒരു ഭാഗ്യമില്ല. ദുഷിക്കാനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായ ദൈവനാമം ദുഷിക്കും. അല്ല, ബന്ധക്കൂസുകാരനല്ലേ. നമ്മുടെ ഇടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ ദൈവനാമം ദുഷിക്കും. നമ്മുടെ ഇടയിൽ അടിയും പിടിയും കേസും വഴക്കും ഉണ്ടായ ദൈവനാമം ദുഷിക്കും. നമ്മൾ അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടായി ചീത്ത വിളിച്ചാൽ ദൈവനാമം ദുഷിക്കും. അതുകൊണ്ട് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കണം. ദൈവമേ, ഞാനൊരു ദൈവവൈതലാണെന്നുള്ള ബോധ്യത്തിൽ എല്ലാ മക്കളും പ്രാർത്ഥിച്ച്, ഗൗരവമായി പ്രാർത്ഥിച്ച മക്കളെ, അങ്ങയുടെ നാമത്തിന് കളങ്കം വരുന്ന ഒന്നും സംഭവിക്കാതെ, അങ്ങയുടെ നാമത്തിന് ദോഷം വരുന്ന ഒന്നും സംഭവിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും അങ്ങയുടെ നാമത്തിന് കളങ്കം വരുന്ന ഉണ്ടാകാതെ എന്നെ കാക്കണേ എന്നുള്ള വലിയൊരു ക്രൈ, ഒരു വലിയ കരച്ചിലെന്നും ഉണ്ടാകണം. അങ്ങയുടെ നാമം വിശുദ്ധമാകണം, അങ്ങയുടെ നാമം വിശുദ്ധമാകണം, അങ്ങയുടെ നാമം വിശുദ്ധമാകണം. കാരണം ദൈവം വിശുദ്ധനാ. ഈ നാമം കളങ്കപ്പെടാതെ എന്നെ, എൻ്റെ മക്കളെയും, എൻ്റെ മക്കളുടെ മക്കളെയും, ഇനി വരാൻ പോകുന്ന മക്കളെയും, അവർ കെട്ടാൻ പോകുന്ന മക്കളെയും ഒക്കെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ച്, ദൈവസഭ ദൈവത്തിൻ്റെ കൺമണിയാണ്. അതിലൂടെ ഒരിക്കലും ദൈവനാമം ദൂഷിക്കരുത്. ക്രൈസ്തവ സഭ, ഞാൻ ഉദ്ദേശിക്കുന്ന വേർപെട്ട സഭ, എപ്പിസ്കോപ്പൽ സഭകളിൽ പോലും ഉണ്ടാകുന്ന വഴക്കുകൾ, സഭാ കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുമ്പോൾ തമ്മിൽ അടിയും പിടിയും ഒക്കെ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൈവനാമം ദുഷിക്കുക. ക്രൈസ്തവ സാക്ഷ്യമാണ് പോകുന്നത്.
പാടില്ല പ്രിയരെ. അവിടുത്തെ നാമത്തിന് കളങ്കം വരുന്ന ഒന്നും സംഭവിക്കാതെ ജീവിക്കണം. ഇരുകരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, ശബ്ദവും കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെ ദൈവനാമം ദൂഷിക്കല്ലേ, ദൈവത്തിൻ്റെ നാമത്തിന് ഒന്നിനും ദോഷം വരല്ലേ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ, ദൈവനാമം ദൂഷിക്കരുതേ. അങ്ങയുടെ നാമം വിശുദ്ധമാകണം. അങ്ങയുടെ നാമം വിശുദ്ധമാകണം. കർത്താവ് പഠിപ്പിക്കുക. ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. ഭൂതം പുറത്താക്കണമെന്നും രോഗശാന്തി വരണമെന്നും സ്റ്റേജ് കിട്ടണമെന്നൊന്നും അല്ല പ്രാർത്ഥിച്ചത്. അങ്ങയുടെ നാമം വിശുദ്ധമാകണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാണ്. 2, അങ്ങയുടെ രാജ്യം വരണമേ. എന്താ അങ്ങയുടെ രാജ്യം? ദൈവരാജ്യം, സ്വർഗരാജ്യം. സുവിശേഷങ്ങളിൽ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് പറയുക, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കും. ദൈവരാജ്യം, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത എത്തുന്നത് കർത്താവിൻ്റെ വരവോട് കൂടിയാണ്. ദൈവമേ, അങ്ങയുടെ രാജ്യം ആ രാജ്യത്തിലാക്കണമേ. ദൈവത്തിൻ്റെ രാജ്യം വരുന്നതിൻ്റെ പൂർണ്ണത. നമ്മളൊരാൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ ആക്കി വെക്കുക. എന്നാൽ ആ രാജ്യത്തിൻ്റെ പൂർണ്ണത വരുന്നത് കർത്താവിൻ്റെ വരവല്ല. അവിടെ നമ്മളെ ചേർത്തുകൊണ്ട് നമ്മൾ പിതാവിനോടൊപ്പം നിത്യ യുഗായുഗം വാഴും. അതുകൊണ്ട് തന്നെ ഓർക്കപ്പെടണം, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. ഏത് കാര്യം ചെയ്താലും ഓർക്കണം, ഇതെൻ്റെ എന്തിനെ ബാധിക്കുമോ? നിത്യതയെ ബാധിക്കും. എല്ലാവരും പറഞ്ഞേ, എന്തിനെ ബാധിക്കുമോ? നിത്യതയെ ബാധിക്കാനിടയാകും. എൻ്റെ ഒരു ആത്മീയ അനുഭവം, ഇതൊരു അനുഭവമാണ്, ഉപദേശമല്ല, അനുഭവം. പക്ഷെ ആ അനുഭവം എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു അനുഭവം. എനിക്കറിയാവുന്നൊരു വിശ്വാസ കുടുംബം, അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. അതിനകത്തൊരു വിശ്വാസ കുടുംബം അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടായി. എന്തോ ഒരു വിഷയത്തിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മാമ്മ ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ വഴക്ക് മൂത്തത് ചീത്തവിളിയായപ്പോൾ അച്ചാനും ചീത്ത വിളിച്ചു. 2 പേരും കൂടെ തോപ്പം ചീത്ത വിളിച്ചു. അപ്പോൾ ചീത്തവിളി കേട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനാണ്, കൊള്ളാം, വിശ്വാസികളാണ്, നല്ല തെറിപ്പുകാട്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഈ പിള്ളേരായതുകൊണ്ട് വിളിച്ച തെറിയെല്ലാം പറഞ്ഞു. എടോ ഇന്ന തെറിയാണ് അവർ വിളിച്ചു. ഒരു മടിയില്ലായിരുന്നു. അമ്മാമ്മയും വിളിച്ച് നല്ല ഭാഷയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചിലരോട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ചിലർക്ക് നമ്മൾ പറഞ്ഞാൽ ഒഫൻഡഡ് ആകുന്ന, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാത്ത ആൾക്കാരോട് നമുക്ക് പലപ്പോഴും ഒരു കാര്യം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവരോടൊന്നും ഒന്നും ചോദിക്കാനും പോയില്ല. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, പിന്നെ അത് നമ്മുടെ തലയിൽ കയറും. പിന്നെ അതുകൊണ്ട് മിണ്ടായിരുന്നു പ്രാർത്ഥിക്കും. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് മിണ്ടാതിരുന്ന് ദൈവം എന്നറിയാനാവും. എന്നാലും ഒരു 1.5 വർഷം കഴിഞ്ഞ് ആയിക്കാണും ഈ ചീത്ത വിളിച്ചവർ പിന്നെ അവരുമായിട്ട് രമ്യപ്പെടുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ഞങ്ങൾ വളരെ യാദൃച്ഛിക കുറച്ച് പേരിങ്ങനെ പലയിടങ്ങളിൽ പോയി ഈ വഴിയുള്ള വീടുകൾ കയറി ഇങ്ങനെ വരിക. അപ്പോൾ രാത്രി ഈ വീട്ടിൽ ചെന്നു. ഇവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. അതിനകത്തൊരു ബിസിനസ്സുകാരുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്, സഹോദരനുണ്ട്, വേറെ കുറേ പേരുണ്ട്. അതിനകത്ത് 1-2 പേര് കൃപാവരങ്ങളുള്ളതിൽ. അതിലൊരു ബിസിനസ്സുകാരനായ സഹോദരന് ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം ഇതെല്ലാം ഉള്ള ആളാണ്. 3 കൃപാവരങ്ങൾ അദ്ദേഹം മിനിമം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഭാഷയും വ്യാഖ്യാനവും പ്രവചനവും ഉള്ള ആളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അവർ ചെന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അവർ പറഞ്ഞു, എന്നാൽ പായുടെ ഭാഷ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവിടെ ഉത്സാഹം കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. വായൊക്കെ ഇട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഈ അമ്മാമ്മയും അച്ചാനും കൂടെ അങ്ങോട്ട് ആത്മാവിലായി. അവരങ്ങ് ആത്മാവിലായിട്ട് പറക്കുകയാണ്. ഫ്ലൈയിങ്. അവർ രണ്ടും പറന്ന് ആരാധിക്കുക, തീപ്പൊരി ആരാധന. എനിക്ക് സന്തോഷമായി. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന സഹോദരൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, നിർത്തിയൊക്കെ പോയേക്കാമെന്ന് പറഞ്ഞു. ഇത്രയും നല്ല ആരാധന നടക്കുമ്പോൾ നിർത്തിയൊക്കെ പോകാമെന്നു. എന്നാലും പുള്ളി പറഞ്ഞു, പിന്നെയും വരുന്നുണ്ട്, പോയേക്കാം. ഞാൻ പിന്നെ ഒരു കണക്കിന് അത് നിർത്തി ഇറങ്ങി. പിന്നെ എന്തിനാ താൻ ഇങ്ങനെ ധൃതി വെച്ച്? അപ്പോൾ അതേണ്ടോ ചോദിച്ചു. ഇവർ ഈ അടുത്തിടയ്ക്കാണ് വഴക്കുണ്ടാക്കിയത് ആരെങ്കിലുമായിട്ട്. ചീത്ത വിളിച്ചായിരുന്നു. ഇവർ ചീത്ത വിളിക്കും. ഞാൻ ചോദിച്ചു, എന്താ കാര്യം?
അവരെ അന്യഭാഷ വിളിച്ചത് മുഴുവൻ പച്ചത്തെറിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് വേണം ഞാൻ പറയാം ഇന്ന തെറിയ അവർ വിളി. പുള്ളി വ്യാഖ്യാനപരമുണ്ട്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഈ ചീത്ത വിളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് അന്യഭാഷ പറഞ്ഞപ്പം വ്യാഖ്യാനപരമുള്ളതിനെ വെളിപ്പെട്ടു. ഇവർ വിളിക്കുന്നത് എന്താ? തെറിയ. വേണം ഞാൻ പുള്ളിയെ കൊണ്ടുവരണോ? ചീത്ത വിളിച്ചിട്ടിരുന്നപ്പോൾ അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടു. നമ്മൾ ചീത്ത വിളിച്ചാൽ പോലും നമ്മുടെ നിത്യതയെ ബാധിക്കും. ഞാനൊരു ദിവസം ഒരു ജീപ്പേ പോയപ്പോൾ എൻ്റെ ജീപ്പേ വന്ന് വേറൊരു വണ്ടി ഇടിച്ചു. ഞാൻ ഒത്തിരി സാക്ഷ്യം പറയാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോൻ അങ്ങ് ദേഷ്യം. അവൻ മുട്ടൻ ചെറുക്കൻ. അവൻ പറഞ്ഞു, അച്ഛാ കാര്യം ഞാൻ പറഞ്ഞാൽ അച്ഛനെ ഇറങ്ങി വന്നിട്ട് സമ്മതം പറയാൻ വരണ്ട, മര്യാദയ്ക്കിനകത്തിരുന്നോണം. സ്കൂളിൽ വന്നിട്ട് പോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താക്കോലിൽ നിന്നിട്ട് ഞാൻ വണ്ടിയെ കയറിപ്പോവും. നമ്മൾ സാധനം അങ്ങ് പോട്ടെന്ന് പറയും. ഞാനൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ വണ്ടി വന്ന് അവൻ ഇറങ്ങിപ്പോയി. അപ്പം പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, വണ്ടിയെ കണ്ണാടിയൊക്കെ വല്ലതും പൊട്ടിപ്പോയി. കണ്ണാടി പോയാൽ കുഴപ്പമില്ല. പക്ഷേ കണ്ണാടിയുടെ പേരിൽ അവനുമായിട്ട് വാഗ്വാദം ഉണ്ടായാൽ എന്തിനെ ബാധിക്കും? നിത്യതയെ ബാധിക്കും. ഏതാ വലുത്? കണ്ണാടിയാണോ നിത്യതയാണോ? കാരണം നമ്മൾ വന്നപ്പം മോനെ സൈക്കിൾ പോലും ഇല്ല. അല്ലാതെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ സ്റ്റിയറിങ്ങെ പിടിച്ചുകൊണ്ടൊന്നും വന്നതല്ല. നമ്മൾ ഇത്ര നാളെ നടന്നൊക്കെയാണ് നമുക്ക് വണ്ടിയൊക്കെ കിട്ടി. അല്ലാതെ വന്നപ്പോൾ വണ്ടിയെ പിടിച്ചുകൊണ്ടൊന്നും വന്നൊന്നുമല്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ, നമുക്ക് നിത്യതയാണോ വലുത്, വണ്ടിയാണോ വലുത്? ഏതാ വലുത്? നിത്യതയാണ്. അപ്പോൾ ഏത് കാര്യം ഉണ്ടായാൽ ചോദിക്കണം, ഇതെൻ്റെ നിത്യതയെ ബാധിക്കും. നിത്യതയെ ബാധിക്കുന്നതാണെങ്കിൽ വിട്ടേക്കണം. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി കിടക്കുക. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങാത്തവരൊന്ന് കൈപൊക്കിക്കേ. സ്തോത്രം. സ്വർഗത്തിലൊരു ദിവസം മൗനം. ആരും പൊക്കിയില്ലേ? എല്ലാവരും പിണങ്ങുന്നവർ. പിണങ്ങി വഴക്കുണ്ടാക്കി കിടന്നു. എൻ്റെ ഒരു സംശയമാണ്, ചില പിണങ്ങി എത്ര ദിവസം വരെ പിണങ്ങിയിരിക്കാം? 1 മാസമോ? അല്ല, ബൈബിളിൻ്റെ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ എത്ര ദിവസം വരെ പിണങ്ങി ഇരുന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. 1 ദിവസം. ആണുങ്ങൾ, സ്ത്രീകൾ എത്ര ദിവസം വരെ പിണങ്ങി ഇരുന്നിട്ടുണ്ട്? 1 ആഴ്ച? 2 ആഴ്ച? എന്നാലും പറ, ആരെങ്കിലും ഒന്ന് പറ. ആരും പിണങ്ങിയിട്ടേ ഇല്ല. എത്ര ദിവസം വരെ പിണങ്ങിയിരുന്നിട്ടുണ്ട്? ഒരച്ചായനാണെങ്കിൽ ഭാര്യ പിണങ്ങിയിരിക്കാട്ടോ എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല. പുള്ളിക്ക് അങ്ങ് സങ്കടം എല്ലാം വന്ന അവസാനം പുള്ളി അങ്ങ് സാഹി കേട്ടോ. 1 ദിവസം പുള്ളി വന്നിട്ട് ഇവർ മിണ്ടുന്നില്ല. കുറേ ദിവസമായി. പുള്ളി മെത്ത പൊക്കി തപ്പുന്നു. പുള്ളിക്ക് അതിൻ്റെ കാണണം. മെത്ത പൊക്കി തപ്പുന്നു, അലമാരിയെല്ലാം വലിച്ചിട്ട് തപ്പി, കട്ടിൻ്റെ കീഴേ കയറി കൈയിട്ട് തപ്പുന്നു. പുള്ളി അങ്ങ് തപ്പം മീൽസപ്പിൻ്റെ അടിയിൽ കൂടെ പോയി തപ്പുന്നു. അവസാനം ഗതി കെട്ട് സഹി കെട്ട് അവൾ ഒടുവിൽ ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്തോ ഈ തപ്പെന്ന് ചോദിച്ചു. അയാൾ ഒറ്റ ചാട്ടം ചാടി, നിന്നൊക്കെ നാക്കൊണ്ടോന്ന് തപ്പിയതാണ്. കിട്ടിപ്പോയി നിൻ്റെ നാക്കാൻ ഞാൻ ഈ തപ്പിയതല്ല. ഒടുവിൽ അവൾ ചോദിച്ചു, മനുഷ്യ നിങ്ങളെന്തുവാ തപ്പ്? എൻ്റെ ഒരു സംശയം, നിങ്ങൾ ഉത്തരം പറയണം. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി കിടക്കുക. അന്ന് രാത്രി കർത്താവ് വന്ന കാഹള ശബ്ദം കേൾക്കൂ. എനിക്കറിയത്തില്ല, നിങ്ങൾ പറ. പിണങ്ങി കിടക്കുക, രണ്ടറ്റത്ത് കിടക്കുക. അന്ന് രാത്രി കർത്താവ് വന്ന കാഹളം ധ്വനിച്ചു, കേൾക്കൂ. അപ്പം പിന്നെ പിണങ്ങാൻ ഒക്കുമോ? തള്ള ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പറഞ്ഞോണ്ട് കയറി കഥ കടച്ച് കിടന്നില്ലേ? അത്താഴം കൊണ്ടാത് ഒറ്റ അട്ടക്ക ഞാൻ കാണിക്കാം, ഞാൻ കാണിക്കാതെ പറഞ്ഞ കയറിപ്പോയില്ലേ? ഇല്ലല്ലേ? അന്ന് രാത്രി കർത്താവ് വന്നാൽ പോവൂടാ. 12 വയസ്സിന് മേളിലാണെങ്കിൽ പോകത്തില്ല. കാരണം കൊച്ചു പിള്ളേരുടെ നിഷ്കളങ്കത ഇത് കർത്താവ് ക്ഷമിക്കും. തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ പ്രവൃത്തിക്ക് ആരും ഉത്തരവാദിയാണ്? അവനൊരു ഉത്തരവാദി. അപ്പോൾ അന്ന് രാത്രി കർത്താവ് വന്നാൽ പോവും. അമ്മയാണെങ്കിൽ പുറക്കൂട്ടോ തുറക്കടി കഴിക്കടി മണ്ടത്തിലൊക്കെ വന്നൊരൊറ്റ കിടപ്പ. JCB കൊണ്ട് പൊക്കിയാലും തിരിയത്തില്ല. അന്ന് രാത്രി കർത്താവ് വന്നാൽ പോവുമോ? കർത്താവ് വന്ന് പോയില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് എറിഞ്ഞ് നാണം കെട്ട് തീരും. അപ്പോൾ എൻ്റെ പൊന്നു പ്രിയരെ, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചോണം. സത്യത്തിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങി തിരിച്ചതല്ല എന്തിനു വേണ്ടിയാണ്?
നിത്യതയ്ക്ക് വേണ്ടി. ഞാൻ പറയാറുണ്ട്, തെക്കോട്ട് വരുമ്പോൾ അത്രയും സീരിയസ് ആണെന്ന് തോന്നുന്നില്ല. കല്ലറ, കുടുംബക്കല്ലറ കാരണം ഇവിടെ കൂടുതലും വീടുകളൊക്കെ അടക്കത്തില്ല. വീടുകൾ ഞങ്ങളുടെ നാട്ടിൽ മധ്യ തിരുവിതാംകൂറിയും ഈ സുറിയാനി ക്രിസ്ത്യാനികളെല്ലാവരും പള്ളിയിലാണ് അടക്കുക. പള്ളിയിലപ്പോൾ അടക്കുമ്പോൾ പള്ളി കുടുംബക്കല്ലറയുണ്ട്. അത് വലിയ സംഭവമാണ്. അച്ഛനെ അടയ്ക്കുന്നു, അമ്മയെ അടയ്ക്കുന്നു, അമ്മൂമ്മയെ അടയ്ക്കുന്നു, അപ്പൂപ്പനെ അടയ്ക്കുന്നു, എല്ലാം കുടുംബക്കല്ലറില്ല. അതുകൊണ്ടാണ് ഈ ദേഷ്യം വരുമ്പോൾ ആൾക്കാർ പറയുന്നത്, നീ കൂടുതലൊന്നും എന്നോട് പറയില്ല കേട്ടോ, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയത്തില്ലേ. എന്തിനാണെന്നറിയാം, അച്ഛനെ അടക്കിയേക്കുന്ന എവിടാ, അപ്പൂപ്പൻ എവിടാ, 3 അപ്പനെ ഒരുമിച്ച് വിളിച്ചതാണ് ഈ പള്ളിയിൽ പോയി പറയാൻ പറയുന്നത്. 3 അപ്പന്മാർക്ക് ഒരുമിച്ച് വിളിച്ചതാണ് പള്ളിയിലല്ല ഇങ്ങനെ കാരണവന്മാരെല്ലാം കിടക്കുന്നത്. നമ്മളോർത്ത് വലിയ ബഹുമാന പുരസ്കാരം പറഞ്ഞാൽ കാരണവന്മാരെ വിളിച്ചതാ. എന്നാൽ ഈ പള്ളി വിട്ടത് കൊണ്ട് കുടുംബക്കല്ലറയുണ്ടോ? ഇല്ല. ഇതെല്ലാം വിട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എവിടെ പോകാനാ? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തു? കാംക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാലും എന്ത് ചെയ്താലും നോക്കണം, ഇത് നിത്യതയ്ക്ക് ബെനിഫിറ്റ് ആകും. നിത്യതയ്ക്ക് കോട്ടം വരുന്ന എല്ലാത്തിൽ നിന്നും ഒഴിവാകണം. കാരണം ദൈവത്തിൻ്റെ നാമം ദുഷിച്ചാൽ നിത്യതയെ ബാധിക്കും. നമ്മളീ കഷ്ടപ്പെട്ട് ഇറങ്ങി തിരിച്ചെല്ലാം ഒറ്റ ലക്ഷ്യമാണ്. എന്താ? നിത്യത എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. ദൈവമേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ രാജ്യത്തിൽ എനിക്കും ഒരു അവകാശം തരണം. ആ രാജ്യത്തിൽ തന്നെ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഒരു വാക്കുണ്ട്, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പക്ഷെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ലെന്നൊരു വാക്ക്. എന്നെ അത് ഭയപ്പെടുത്താറുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെട്ട പലരെയും ഒരു പക്ഷേ ആരറിയാതെ പോകാം. ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെട്ടവരെ ചിലപ്പോൾ ആരറിയത്തില്ല, ക്രിസ്തു അറിയത്തില്ല. അല്ലേ? എൻ്റെ നാമത്തിൽ നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് കർത്താവ് അറിയുക, അവിടുത്തെ രാജ്യത്തിലായിരിക്കുക. കരമുയർത്തി പ്രാർത്ഥിച്ച് നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒന്നിലും ഇടപെടരുത്. കേട്ടോ മക്കളെ? നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒരു പാപത്തിലും പോയി പെടല്ലേ. കുഞ്ഞുങ്ങളെ, നിത്യതയ്ക്ക് ദോഷം വരുന്ന, ദൈവനാമം ദൂഷിക്കുന്ന ഒന്നിലും പോയി പെടരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. യു ആർ എ ഹ്യൂമൻ ബീയിങ്, യു ആർ ആൻ ഇന്ത്യൻ സിറ്റിസൺ, യു ആർ മെച്യൂർഡ്. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുവാകാം. പക്ഷേ 18 കഴിഞ്ഞതുകൊണ്ട് എന്താകാൻ ഒക്കൂ? ഇല്ല. 18 കഴിഞ്ഞൊരു പെൺകുട്ടി അവിടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയാൽ ദുഷിക്കുന്ന എവിടെ ആയിരിക്കും എന്നറിയാമോ? ദൈവനാമം. തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ പിള്ളേരുടെയുമായിട്ട് വരുമ്പോൾ. പാസ്റ്ററുടെ വീട്ടിൽ സഭയിലെ കൊച്ചാന്നോ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉരുകും. ദൈവമേ, എനിക്കോ എൻ്റെ ദൈവനാമത്തിനോ എൻ്റെ ദൈവദാസനോ എൻ്റെ സഭയ്ക്കോ അപമാനം വരുന്ന ഒന്നും സംഭവിക്കാതെ കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാറ്റിലും ഒരു എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് കേടുവരുന്ന ഒന്നും, അതിനുവേണ്ടി താൽക്കാലികമായിട്ട് നഷ്ടം വന്നാലും സഹിച്ചോണേ. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ പാടാത്ത കിരീടമായി മാറും. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, പ്രാർത്ഥിച്ചേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമം ദൂഷിക്കരുത്. കണ്ണീരോടെ പ്രാർത്ഥിക്കണം, അങ്ങയുടെ നാമം ദൂഷിക്കരുത്. അങ്ങയുടെ രാജ്യത്തിൽ എന്നെ കാണണം. കർത്താവ് വരാറായി കേട്ടോ. മിഡിൽ ഈസ്റ്റിൻ്റെ യുദ്ധം, ഇസ്രായേലിയ യുദ്ധം, ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ് വരാറായി എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചാൽ ഒരുങ്ങി കർത്താവ് വരും. പക്ഷെ കർത്താവ് വരുമ്പോൾ വിളക്കിൽ എണ്ണയുള്ളവരെയാണ് കൊണ്ടുപോവുക. ഒരുങ്ങിയിരിക്കണ്ടേ? നിൻ്റെ രാജ്യം, നിൻ്റെ രാജ്യം, നിൻ്റെ രാജ്യം, നിൻ്റെ രാജ്യത്തിൽ തന്നെ വിടപ്പെടാനിടയാകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബ്ബായെ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധമാകണം. 2, അങ്ങയുടെ രാജ്യം വരണം. ആ രാജ്യത്തിൽ ഞാൻ കാണണം. ഞാൻ മാത്രം മതിയോ? പോരാ. എൻ്റെ മക്കൾ വിടപ്പെടാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ ഉദരത്തിൽ നിന്ന് പോയ നമ്മുടെ മക്കൾ അന്നില്ലെങ്കിൽ, അതാണ് ആത്മഭാരം. നമ്മുടെ കൂടെ പുറപ്പില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, അവരും രക്ഷിക്കപ്പെടണേ. അവരന്നില്ലാതെ പോയാൽ എന്തൊരു സങ്കടമായിരിക്കും നമ്മുടെ മക്കളന്നില്ലെങ്കിൽ. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ പ്രാർത്ഥിച്ചോണം. കാരണം കർത്താവ് വരാൻ സമയമില്ല.
കർത്താവ് വരാൻ ഇനി അധികം സമയമില്ല. കുഞ്ഞുങ്ങളെല്ലാം സ്നാനപ്പെടാനുള്ളവർ സ്നാനപ്പെട്ടോണം. കർത്താവിൻ്റെ വേല ചെയ്തോണം. കർത്താവ് വരാറായി. എന്തിനാണ് സ്നാനപ്പെടുക? യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് സത്യമാണ്. ആ മരണം എൻ്റെ മരണമാക്കുന്നത് എങ്ങനെ? ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ്. യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ആ മരിച്ച മരണം എൻ്റെ മരണമാക്കിയെങ്കിലേ നമുക്ക് ആ മരണത്തോട് അനുരൂപപ്പെടാനൊക്കത്തുള്ളൂ, ഐക്യമത്യപ്പെടാനൊക്കത്തുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കത്തുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു എങ്ങനെ മരണത്തോട് അനുരൂപപ്പെടാം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ എന്ത് ചെയ്യുക? കുഴിച്ചിടപ്പെടുന്നു. സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട എന്ത് സംഭവിക്കും? അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. മരണത്തോട് അനുരൂപപ്പെട്ടെങ്കിൽ മാത്രമേ പുനരുത്ഥാനത്തെ അനുരൂപപ്പെടാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് സ്നാനപ്പെടാനുള്ളവരൊക്കെ സ്നാനപ്പെടണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ ജന്മം കൊണ്ട് ക്രൈസ്തവ വിശ്വാസിയല്ല, കണ്ടാൽ അറിയാം, അവളെന്നെ കാണാൻ വന്നു. ആ കുട്ടിയുടെ ആഗ്രഹം, ആവശ്യം അവളെ സ്നാനപ്പെടുത്തണം. അവൾ TV കണ്ട് രക്ഷിക്കപ്പെട്ട ബികോമിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഇവൾ നമ്മളെ വഞ്ചിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുരുക്കാനാണെങ്കിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു, അവൾ സീരിയസ് ആയിട്ട് വന്നതാണെങ്കിലോ, ശരിക്കും അവൾ വന്നതാണെങ്കിൽ അവളെ സ്നാനപ്പെടുത്താതിരുന്ന അതും കഷ്ടമല്ലേ. ഇനി കുരുക്കാനാണെങ്കിൽ തമ്പുരാൻ നോക്കിക്കോളൂ. ഞാൻ അവളെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഡ്രസ്സില്ല. എൻ്റെ ഭാര്യ ഡ്രസ്സിട്ട് അവൾ സ്നാനപ്പെട്ടു. കാരണം അവൾക്ക് ആ ഡ്രസ്സോട് കൂടി പോകാനൊക്കെ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അവളുടെ ഡ്രസ്സ് ഊരി വെച്ച് എൻ്റെ ഭാര്യ ഡ്രസ്സിട്ട് അവളെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മകളോട് ചോദിച്ചു, മരണപര്യന്തം വിശ്വസ്തയായിരിക്കണം, കർത്താവ് നിനക്ക് എന്ത് തരും? ജീവ കിരീടം. ഉത്തരം ഒരു കരച്ചിൽ. ഏതാണ്ട് 20 മിനിറ്റ് ആ വെള്ളത്തിൽ നിന്ന് ആ കുട്ടി കരഞ്ഞു. എന്നിട്ട് അവൾ കയറിപ്പോയി. ഞാൻ ആ കുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അറിയാം, കാഹളം ധ്വനിക്കുമ്പോൾ അവരൊക്കെ കാണും. കാരണം മരണത്തോളം അനുഭവപ്പെട്ടത്. ഇന്ന് വരെയും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടാനുള്ള പ്രായം, നമ്മൾ ശിശുസ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല, മുതിർന്ന സ്നാനത്തിനും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു സ്നാനമുണ്ട്, വിശ്വസിക്കുകയും. അപ്പോൾ സ്നാനപ്പെടാനുള്ള പ്രായം ഏത് പ്രായമാണ്? വിശ്വസിക്കാനുള്ള പ്രായം. ഒന്നുകൂടെ പറഞ്ഞേ, ഏതിനുള്ള പ്രായം? ഒന്നുകൂടെ പറഞ്ഞേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധനാപ്പെടും. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേൽക്കുക. അതിനുള്ള പ്രായം വിശ്വസിക്കുക, സീരിയസ് ആയിട്ട് വിശ്വസിക്കാൻ. എൻ്റെ വിശ്വസിക്കാൻ, യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് ശിക്ഷയേറ്റു, എൻ്റെ മരണം അവിടുന്ന് മരണത്താലെ നീക്കിയും, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കർത്താവ് എന്നെ സ്വീകരിക്കാൻ വരും. അവൻ്റെ മരണത്തോട് ചേരുന്നതാണ് സ്നാനം. സ്നാനത്തിൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെടുകയാണ്. സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. സ്നാനത്തിൽ ലോകത്തോട് പറയുകയാണ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇതുവരെ എനിക്ക് സ്നാനപ്പെടാൻ ഒത്തിട്ടില്ല. പ്രിയമുള്ളവരെ, കാലം ആരെയും കാത്തിരിക്കുകയില്ല. ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. മരുഭൂമിയെ പോലും അസാനാളിനെ പോലും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടാൻ ഒരാഗ്രഹമുണ്ട്. കർത്താവ് എനിക്കൊരു അവസരം അതിനുവേണ്ടി ഒരുക്കി തരണമേ എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമോ? ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കുഞ്ഞുങ്ങളാരെങ്കിലും വലിയവരാരെങ്കിലും കരം ഉയർത്തിപ്പിടിച്ച്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്നാനപ്പെടാനുള്ള പ്രായം ഒന്നുകൂടെ പറയാം. എന്തിനുള്ള പ്രായം? വിശ്വസിക്കണം. കൈ ഉയർത്തിയോടൊന്നുകൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരം ഉയർത്തിപ്പിടിച്ച സൗരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി. വേറെ ആരെങ്കിലും സ്നാനപ്പെടാനായിട്ടുണ്ടോ? കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കാണട്ടെ. എന്നെന്താ പേടിക്കാൻ? എന്താ? കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തോട് ചേരുവാൻ, അവിടുത്തെ ജലത്തിൽ സ്നാശീകരിപ്പാൻ, അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാൻ ഹൃദയത്തിൽ പ്രേരണ തോന്നി കരങ്ങൾ ഉയർത്തിയ ഈ പൊന്നും പ്രിയരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു അനുകൂലമായ സാഹചര്യത്തെ ദൈവം ഒരുക്കി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമം തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദൈവദാസനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അപ്പം ദൈവമേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. 2, അങ്ങയുടെ രാജ്യം വരണം. 3, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്താകണം? ഭൂമിയിലാണ്. എപ്പോഴും 2 ഇഷ്ടങ്ങളാണ്, ഒരു സംഘർഷമാണ് ജീവിതം. 1 എൻ്റെ ഒരു ഇഷ്ടം, 2 ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം. എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. എൻ്റെ ഇഷ്ടം ഞാൻ ദൈവത്തോട് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കർത്താവ്, എനിക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണ്, എനിക്കവനെ കെട്ടാൻ ഇഷ്ടമാണ്, തമ്പുരാൻ നിന്നെ വെടിവെക്കത്തൊന്നുമില്ല. പക്ഷേ കർത്താവ് നോന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ളൊരു മനസ്സൂടെ വേണം. അത്രയേ ഉള്ളൂ. കർത്താവ് പറയുകയാണ്, മോനെ അത് നിങ്ങൾക്ക് പറ്റിയതല്ലെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ ആരോട് പറയാം? ദൈവത്തോട് പറയാം. പിന്നെ ആരോടാ പറയുക? ദൈവത്തോട് പറയാം. പക്ഷേ ഏത് ചെറിയ കാര്യത്തിലാകട്ടെ, വലുത കാര്യത്തിലാകട്ടെ,
ചിട്ട വേണം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ മതി? നടന്നാൽ മതി. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എവിടെ ആകണം? ഭൂമിയിലാകണം. അടുത്ത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനുള്ളൊരു കൃപ, ക്ഷമിക്കാനുള്ളൊരു കൃപ. അതിനോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടുത്ത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ? എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കും. ഒന്നുകൂടെ പറഞ്ഞേ. ഈ പരീക്ഷ പ്രവേശിക്കപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം തോക്കണമെങ്കിൽ. ഒന്ന്, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകണം. മനുഷ്യന് ടെംപ്റ്റേഷൻ അഥവാ പാപത്തോടൊരു ആഭിമുഖ്യം. 2, ഒരു സാഹചര്യം ഉണ്ടാകണം. 2, അതിനൊരു സമ്മർദ്ദം ഉണ്ടാകണം. 3, അതിനൊരു സമ്മതം ഉണ്ടാകണം. ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ വേണം? സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. ഒന്നുകൂടെ പറഞ്ഞേ. മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തോട് എപ്പോഴും മനുഷ്യന് അർദ്ധസമ്മതമുണ്ട്. പരമാർത്ഥമായ കാര്യം, പാപത്തോട് മനുഷ്യന് എന്തുണ്ട്? ഒരു അർദ്ധസമ്മതമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണത്. ഒരു അർത്ഥസമ്മതം പാപത്തോടുണ്ട്. നമ്മളതുകൊണ്ട് ഈ ഉറക്കത്തിൽ കിടന്നുകൊണ്ടൊക്കെ വല്ലതൊക്കെ വിളിച്ചൊക്കെ പറയുന്നത്. അബോധ മനസ്സിൽ പാപത്തോടൊരു സമ്മതമുണ്ട്. 2, ഒരു സമ്മർദ്ദമുണ്ട്. ഇനി ഒന്നുകൂടെ ഒത്താൽ മതി. എന്താ? സമ്മർദ്ദം, സമ്മതം. 3-മത്തെ എന്താ? സാഹചര്യം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഉറക്കെ പറ. ഒന്നുകൂടെ പറഞ്ഞേ. സാഹചര്യം. ദൈവം ഒഴിവാക്കുന്ന എപ്പോഴും സാഹചര്യങ്ങളാണ്. എനിക്ക് ഒത്തിരി വട്ടം സംഭവിച്ചിട്ടുണ്ട്. ചിലതൊക്കെ പറയുമ്പം, അങ്ങനെ പറഞ്ഞു അവൾ, ആ സഹോദരൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അയാൾ പറഞ്ഞു എന്നെക്കുറിച്ച്. ആഹാ, ഞാൻ ചോദിച്ചു, വിളിച്ചു. ദൈവകൃപ, അവർ ഫോൺ എടുത്തില്ല. വൈകുന്നേരം ആയപ്പോൾ അവർ തിരിച്ച് വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ എന്തിനാണ് വിളിച്ചത്? കുഞ്ഞെ, നീ സുഖമായിരിക്കുന്നെന്ന് അറിയാൻ വിളിച്ച. എൻ്റെ മക്കൾ സന്തോഷമല്ലേ? ഗോഡ് ബ്ലെസ് യു കുഞ്ഞെ. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അവരന്നേരം ഫോൺ എടുപ്പിക്കാതിരുന്നത് ദൈവം എന്തോ ഒഴിവാക്കി? പറഞ്ഞു, എന്തോ ഒഴിവാക്കി? സാഹചര്യം ഒഴിവാക്കി. എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, ഞാൻ ബലഹീന. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരാ? ബലഹീന. ഞാൻ തോക്കാൻ സാധ്യതയുള്ളിടത്ത് എന്നെ കൊണ്ട് എന്ത് ചെയ്യരുതേ? ഇടരുതേ പ്രാർത്ഥിക്കും. ഞാൻ തോക്കാൻ സാഹചര്യം ഒഴിവാക്കിയേക്കണം. രാവിലെ ട്യൂഷന് പോവുക, അവിടെ ആരും വരത്തില്ലെന്നറിയാം. അന്നേരം ആ കൊച്ചൻ വരും, അവനും അവളും കൂടെ വർത്താനം പറയും. നീ ഇച്ചിരി കഴിഞ്ഞേ പോകാവൂ. അപ്പോൾ അവൾ കെട്ടിയിരുന്നുള്ള രാവിലെ തന്നെ പോവുകയാണെങ്കിൽ എന്തുണ്ടാക്കുക? സാഹചര്യം ഉണ്ടാക്കുക. എന്തൊഴിവാക്കണം? പറഞ്ഞു, എന്തൊഴിവാക്കണം? സാഹചര്യം. വേണ്ടാത്തൊരു ഫോൺ കോള്, അതിങ്ങനെ വിളിക്കുക, വർത്താനം പറയുമോ. ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ്, അതിനിപ്പോൾ എന്താ? ഒരു ഫോൺ കോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കണം. കാരണം ഈ പാപത്തിൽ പോയി പെടുന്നതിനെക്കാട്ടും നല്ലതാണ് നരകത്തിൽ ഈ ഫോണുമായിട്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടും നല്ലതാണ് ഫോണില്ലാതെ എവിടെ പോകുന്നത്? സ്വർഗത്തിൽ പോകണേ. കർത്താവ് പറഞ്ഞ് നിൻ്റെ കണ്ണിന് കിടച്ച് വരുന്നുണ്ടെങ്കിൽ കണ്ണെന്ത് ചെയ്യുക? ഇന്നിടം കർത്താവ് പറഞ്ഞ് നിൻ്റെ ഐഫോൺ പ്രോ നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ വലിച്ചു പൊട്ടി ചാറ്റിക്കളയുക. ഐഫോൺ ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനെക്കാട്ടും നല്ലതാണ്. എന്നാണെങ്കിൽ സുവിശേഷം കർത്താവ് അങ്ങനെ പറയത്തുള്ളൂ. അന്ന് കണ്ണിനെക്കുറിച്ച് പറഞ്ഞു. ഫോണില്ലാത്തവളായി എവിടെ പോകുന്നത്? സ്വർഗത്തിൽ പോകുന്നത്. സത്യമാണോ? പലരെയും നരകത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? ഫോണാണ്. ഫോൺ വന്നേ പിന്നെയാണ് ഇത്രയും പാപം കൂടിയത്. പരമാർത്ഥമാണ്. ഫോൺ വന്ന പാപം കൂടി. അപ്പോൾ ഫോണാണോ വിഷയം? ഫോൺ പാപമാണെന്ന് ഞാൻ പറയട്ടെ. പക്ഷേ ഫോൺ പാപം ജയിക്കുമെങ്കിൽ അതിനെ എന്ത് ചെയ്തേക്കണം? മാറ്റി വെക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്താ? നിത്യതയാണ്. സാഹചര്യത്തിൽപ്പെട്ട മനുഷ്യൻ, എനിക്കൊരു അബദ്ധം പറ്റി. സാധാരണ എല്ലാവരും ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്നേ പറയത്തുള്ളൂ. ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണ്. ഞാനൊരു ദിവസം ദുബായ് 2007 പോയി. അവിടെ വെച്ച് കുറച്ച് പേർ രക്ഷിക്കപ്പെട്ടു. അവരുമായിട്ട് ഭയങ്കര സ്നേഹമായി. അവരെൻ്റെ സഭയിൽ വരുന്നു. അങ്ങനെ അവർ നാട്ടിൽ വന്നപ്പോൾ അവരെ പോയി വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരികയാണ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്, അവിടുത്തെ അങ്കിളും ആൻറ്റിയും ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു കൊച്ചു മാരുതി കാറിൽ ഞാൻ റാന്നിയിലോട്ട് വരികയാണ്. റാന്നി പാലം കയറി ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിയിലാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ ആ പാലം കയറി ഇറങ്ങുന്നിടത്ത് ഇടത്തും വലത്തും അമ്മ വീട്ടുകാരാണ്. ഇട സൈഡിൽ അച്ഛനാണ്. അച്ഛൻ യാക്കോബായ സഭയിലെ ഒരു കോർ എപ്പിസ്കോപ്പയും സീനിയർ വൈദികനാണ്, മരിച്ചുപോയി. അപ്പം ഞാൻ ഈ അച്ഛൻ്റെ അവിടോട്ട് വന്ന് കാറിൽ വരുമ്പോൾ ഞാനൊരു സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. വരുമ്പോൾ
ഞാൻ കാണുന്ന കാഴ്ച, റോഡിൽ ഭയങ്കര ആളാണ്. ഒരുത്തൻ റോഡിൻ്റെ നടുക്കിൽ നിന്നുകൊണ്ട് ഭയങ്കര ബഹളം. അച്ഛൻ്റെ വീട് റോഡ് സൈഡിൽ, അച്ഛനെ നോക്കി ചീത്ത വിളിക്കുകവൻ, ഭയങ്കര ബഹളം. അപ്പം ഞാൻ വണ്ടി നിർത്തി ഗ്ലാസ് കാത്ത് അവിടുത്തെ നോക്കിയപ്പോൾ അച്ഛൻ്റെ മോൻ ചല്ലിക്കൂടെ നോക്കുന്നു, എൻ്റെ അനിയനാ. ഞാൻ അവനോട് ചോദിച്ചു, കൂടെ പുറപ്പെടല്ലേ, എടാ നിനക്ക് എന്താ ഇതാരാ, എന്തോ ഒരു ചീത്ത വിളി. അച്ഛൻ അറിയത്തില്ല അച്ഛൻ, കുറേ നേരമായി ഭയങ്കര എൻ്റെ വിഷയം എന്തോ, എന്തിനാ അവൻ ചീത്ത, ആരത്, അറിയില്ല, കുറേ നേരമായി. അപ്പം ഞാൻ പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, സഹോദരാ, ഒരച്ഛനെ നമ്മൾ ചീത്ത വിളിക്കരുത്, ദോഷമല്ലയോ. ഇത് ഞാൻ പറയും. അപ്പുറത്തുനിന്ന് ഇവൻ എൻ്റെ നേരെ ഒരു വരവ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, പഞ്ചായത്ത് മെമ്പറ. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞ്, പ്രിൻസിനെ സൂക്ഷിച്ചു, അവൻ്റെ കയ്യിൽ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ അടിച്ചാൽ എന്തോ ചെയ്യും. എനിക്കും ദേഷ്യം വന്നു. അപ്പം ഞാൻ മുണ്ടൊക്കെ മടക്കി കുത്തി പറഞ്ഞിട്ടാ, ഇനി നീ ഒരൊറ്റ അക്ഷരം ചീത്ത വിളിച്ചാൽ നിൻ്റെ നാക്ക് ഞാൻ വലിച്ച് പറിച്ച് തൂശനല്ലേ വെക്കും. നീ എൻ്റെ അമ്മാച്ചനെ ചീത്ത വിളിച്ചോടാ, അനന്തരന്മാരിവിടെ ഉണ്ടോ. നമ്മളൊരു ദിവസം വന്നു ഇത് പറയും, ആരാണ്ട് അവനെ അടിച്ചു. പുറകിൽ ഒറ്റ അടി, ഇവൻ താഴെ പോയി. വരുന്ന ഇവനെ അടിക്കും. എനിക്ക് മനസ്സിലായി ഇവനെ തല്ലിക്കൊല്ലും. ഞാനിവൻ്റെ പുറത്ത് കയറി കിടന്നു, ഇവനെ കൊല്ലാതിരിക്കുക. എനിക്ക് കുറേ അടിയും കിട്ടി. ഇവൻ പോത്തുമില്ല, ഇവനെന്താണ് പട്ട് കയറി നിൽക്കുക. ഞാനിവനെ റോഡിൽ നിന്ന് പൊക്കിയെടുത്ത് മുണ്ടെല്ലാം കയറ്റി കുത്തി കണ്ണടിയൊക്കെ വെച്ചിട്ട് പോടോ എന്നും പറഞ്ഞു തുള്ളി. അപ്പോൾ തന്നെ പുനലൂർ മൂവാറ്റുപുഴ MC ഹൈവേയാണ്, മൊത്തം ബ്ലോക്കായി, വണ്ടിയെല്ലാം ബ്ലോക്കായി. ഇവനെ ഞാൻ തുള്ളി കയറ്റി വിട്ടു. ഒത്തിരി വർഷം മുമ്പ്, അത് നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമാണ്. അപ്പോൾ അന്ന് വൈകിട്ടൊരു കൺവെൻഷനുണ്ട്. കൺവെൻഷൻ നടത്തുന്ന പിള്ളേർ ഒരു ബസ്സായി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. അവരിത് കണ്ടു. എനിക്കൊരു ഫോൺ കോൾ വന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ, പാസ്റ്റർ ആടുതോമ കലക്കൻ പ്രകടനമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പിടികിട്ടില്ല. ഞാൻ ചോദിച്ചു, ആടുതോമ എന്ന് പറഞ്ഞാൽ ആരാ? അവർ പറഞ്ഞു, സ്ഫടികം എന്ന ചിത്രത്തിൽ കണ്ണാടിയൊക്കെ വെച്ച് മോഹൻലാൽ മുണ്ടൂരി അടിക്കുന്നുണ്ട്. ഗതികേട്. ഒറ്റ നിമിഷം കൊണ്ട് പ്രിൻസ് തോമസ് ആരായി? ആരോടും പറയരുത്, ലൈവ് പോവാ. ഒറ്റ നിമിഷം കൊണ്ടാണ് നമ്മുടെ പേര് മാറുന്നത്. അപ്പോൾ പരീക്ഷയിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യും? തോക്കും. ഒറ്റ കാര്യം പ്രാർത്ഥിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ തോക്കാനുള്ളിടത്തൊന്നും കൊണ്ടിട്ടേക്കരുത്. കാരണം നമ്മൾ ജഡമയൻ. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എവിടെ കിടപ്പുണ്ട്? നമ്മളെല്ലാം ജഡത്തിലാണ്. സമ്മതിക്കണം, ദൈവമേ തോക്കാനിടയാകും. എല്ലാവർക്കും നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒക്കുവോ? ഇല്ല. ഒക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ എവിടെ കിടക്കുക? അവയവത്തിൽ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ മക്കളെല്ലാം. പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് 10 കയറിയപ്പോൾ എൻ്റെ അപ്പൻ ഒരു പുണ്യകർമ്മം ചെയ്തെനിക്ക്. അപ്പം തന്നെ പോയിട്ടൊരു സാധനം മേടിച്ചു കൊടുക്കുന്നൊരു ഗിഫ്റ്റ് 10 കയറി എനിക്ക്. അന്ന് 10ാം ക്ലാസ് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴാണ് +2, അന്ന് 10 പ്രീ ഡിഗ്രി അങ്ങനല്ലേ. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ അപ്പൻ 10 കയറിയപ്പം തന്ന പുണ്യമായ ഒരു സമ്മാനം, വട്ടത്തിലിരിക്കുന്ന ഒരു സാധനം, താഴെ 2 കാല്, മുകളിലൊരു ഞെക്കാനൊരു സൂത്രം, പുറകെ കുറച്ച് സാധനം. എന്താണെന്നറിയാമോ? എന്താ? ടൈം പീസാണ്. എന്തിനാ ടൈം പീസ് തന്നേ? രാവിലെ എഴുന്നേക്കണം. എൻ്റെ അപ്പ എനിക്ക് ടൈം പീസ് തന്നു. രാവിലെ ഞാൻ നേരത്തെ കിടന്നു. എപ്പോൾ എഴുന്നേക്കാനാ? രാവിലെ എഴുന്നേക്കണം. എപ്പോഴൊന്നും ഞാൻ ടൈം വെച്ചെന്നറിയാമോ? 4 മണിക്കാണ്. 4 മണിയായപ്പോൾ ഒറ്റ അടിയാണ്. ഒറ്റ അടി. ഉണന്നല്ലോ എല്ലാവരും, സന്തോഷമായി. ഒറ്റ അടിയാണ്. ഉറങ്ങിയവരെല്ലാം ഉണന്നതിനായിട്ട് സ്തോത്രം. ഒറ്റ അടി. നമ്മളെന്തോ ചെയ്തു? പറഞ്ഞോ, എന്തോ ചെയ്തു? അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞെക്കി. എഴുത്തല അലാറം. അങ്ങനെയാണ് അലാറം അടിക്കുക. അലാറം അടിച്ചു, അലാറം ഓഫ് ചെയ്തു, പിന്നെയും കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. അപ്പോൾ എഴുന്നേക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പറയും, ഞാനോ ബലഹീനൻ, ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണേ, ഞാൻ പാപിയാണ്, ജഡമയനാണ്, ബലഹീനനാണ്. തോക്കാൻ ഉള്ള സാഹചര്യത്തിൽ കൊണ്ട് ഇടല്ലെന്നങ്ങ് പ്രാർത്ഥിക്കണം. കരം ഉയർത്തി പ്രാർത്ഥിച്ച് പരീക്ഷയെ പ്രവേശിപ്പിക്കണം. പരീക്ഷയെ പ്രവേശിപ്പിക്കണം. നമ്മൾ ഈ പരീക്ഷകൾ വരുന്നത് വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു നിമിഷം കൂടെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്രാർത്ഥിക്കാം. രാവിലെ അച്ചായൻ കുളിക്കാൻ കുളിമുറി കയറി. അച്ചായൻ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് തോർത്തെടുത്തിട്ടില്ല. പുള്ളി അവിടെ കിടന്നുകൊണ്ട് അലച്ചു, എടിയേ 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 തോർത്ത്. എടി അങ്ങ് അടുക്കളയിലാണ്. എടിയേ കേട്ടു, എന്തോ കേട്ടില്ല, തോർത്ത് കേട്ടില്ല. എടി ദോശ ഇട്ടുകൊണ്ടിരിക്കുക, പിള്ളേരെ വിടണ്ടേ, ഇങ്ങേരെ വിടണം, പിള്ളേരെ വിടണം. ഇയാൾ പത്രവും വായിച്ചിരുന്നിട്ട് അവസാനം കയറിയതാണ്.
എടി ഓടി വന്നപ്പോൾ ഇയാളിങ്ങനെ ബാത്റൂമിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തലയും പുറത്തിട്ട് നിൽക്കുക. എടി അതിങ്ങോട്ട് താടീ, എന്തോ മനുഷ്യ, എടി അതിങ്ങോട്ട് താരാൻ, എടി എന്തോ മനുഷ്യ, എടി അതിങ്ങോട്ട് തരാൻ നിന്നോടല്ലേ പറഞ്ഞ്. അപ്പോൾ അവിടെ കൈ ചട്ടുക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ചോദിച്ചു, ഇതാണോ മനുഷ്യാന്ന് ചോദിച്ചു. അയാളെന്തോ ചോദിച്ചത്? തോർത്ത. ഇതാണോ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. അപ്പോൾ അവൾ പറഞ്ഞു, വല്ലതും പറയാനുണ്ടെ എന്നെ പറഞ്ഞോണം, എൻ്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞാൽ ഉണ്ടല്ലോ, വെറുതെ ഒരു അമ്മയെ ഒട്ടിക്കുക, അവരെ വല്ലതും പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? വായിപ്പിക്കരുത്, നിങ്ങളുടെ തള്ളയുടെ വിശേഷം വായിപ്പിക്കരുത്, എന്നെ കൊണ്ട് കൂടുതൽ കേട്ടോ, ഞാൻ പറയാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങളുടെ തള്ളയുടെ വിശേഷം. തീർന്നേ. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ, ഒറ്റയേറെ സന്ധ്യാവിഷസുമായി 1-ാം ദിവസം പരീക്ഷ തോറ്റുപോയില്ലേ. എൻ്റെ പൊന്ന് ചേച്ചി, അയാൾ ഇങ്ങോട്ടാന്ന് പറയുമ്പോൾ ഏത് ചേച്ചിക്കും അറിയത്തില്ല കുളിമുറി ചട്ടുകം വേണം. എന്നാൽ ഈ മനുഷ്യനെ ഇത് താടി എന്ന് പറയുമ്പോൾ തോർത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കത്തില്ലേ. അയാൾക്കും പരീക്ഷ കയറിയ കണ്ടോ, സ്വാത്താൻ ജയിച്ച് 3 ദിവസമായി സന്ധ്യാവിഷസമായി വേണ്ടിയിട്ടില്ല. ആര് ജയിച്ചു? സാത്താൻ. ജഗത്താൻ ചിരിക്കുന്നു. പരീക്ഷ തോറ്റുപോയി. ചെറിയ കാര്യത്തിലൂടെയാണ് പിശാച് കയറുന്നത്, പരീക്ഷയും കയറുന്നത്. പ്രാർത്ഥിച്ചോണം, തോക്കരുത്, പരീക്ഷയെ പ്രവേശിപ്പിക്കരുത്. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. പരീക്ഷയെ പ്രവേശിപ്പിക്കും. കരം ഉയർത്തി പ്രാർത്ഥിച്ച് ഞാൻ ഹൃദയം നിറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഞാൻ ബൈക്കിൽ പോവാ. ഞാൻ പൊതുവെ ആരോടും ദേഷ്യപ്പെടാറില്ല. എനിക്ക് ഞാൻ അങ്ങനെ ഒത്തിരി ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ നിങ്ങളുടെ ഈ ജന്മം കൊണ്ട് ഒത്തിരി ദേഷ്യക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമില്ല ദേഷ്യം. അവിടെ എന്നും പ്രാർത്ഥിക്കുക, ആരോടും ദേഷ്യപ്പെടാതിരിക്കാനുള്ളത്. ഞാൻ ഒരു തോളലൊരു സഞ്ചിയൊക്കെ ഇട്ട് അതിനകത്ത് വേദോത്സവമൊക്കെ ഇട്ട്, ഒരു മണിപ്പൂരി സഞ്ചി കണ്ടിട്ടില്ലേ, തുണി കൊണ്ടുള്ള, അതിനകത്ത് വേദോത്സവമൊക്കെ ഇട്ട് എൻ്റെ ബൈക്കിൽ പോയപ്പോൾ ഒരു പാർട്ടി ഇങ്ങോട്ട് വരുന്നു, ഇച്ചിരി വെള്ളമാണ്. അപ്പോൾ എൻ്റെ അപ്പ വയ്യായിരിക്കുന്ന സമയം ഞാൻ ഈ പുള്ളിയെ കണ്ടുകൊണ്ട് വലിയ കാര്യത്തിൽ ബൈക്ക് നിർത്തി, അച്ചായ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. ഈ പുള്ളി പതുക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്നോട്, നിൻ്റെ അപ്പൻ്റെ ശവടക്കെന്നാൻ ചോദിച്ചു. ഒരു കാര്യമില്ല, ഞാൻ വെറുതെ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. എന്നോട് ചോദിക്കുക, നിൻ്റെ അപ്പൻ്റെ ശവടക്കം, തോളെ സഞ്ചി കിടക്കുക, വേദോത്സവവും പാട്ടുത്സവവും സിയം കൊയ്താവാലിയും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു, നിന്നെ അടക്കിയതിൻ്റെ പിറ്റേ ദിവസം പയ്യാവേലി വന്ന് കയറുന്ന കണ്ടു. എൻ്റെ മക്കളെ സന്ധിക്കായിരുന്നുകൊണ്ട് ഞാൻ ബൈക്ക് വെച്ചിട്ട് ഇവൻ്റെ പുറകെ ഓടി. ഇവൻ ചാടി ഒരു കയ്യാലയുടെ അടി ഇരുന്നുകൊണ്ട് ഞാൻ ഇവനെ കണ്ടില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്, ഞാൻ യോഗത്തിന് പോകാം. ആരും വീഡിയോ എടുക്കാഞ്ഞുകൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എന്തോ വയ്യാവേലിയ വന്ന് കയറുന്നത്. ഒരു കാര്യമില്ലാതെ വിശേഷം ചോദിച്ചാൽ എന്നോട് ചോദിക്കാതെ അന്തേട്ട ശവടക്കുന്ന കണ്ടോ പരീക്ഷ വരുന്നത്. നല്ല കാര്യമുണ്ട്. ഇങ്ങനെ തോപ്പിക്ക് പിശാചിക്കരുത്. അതുകൊണ്ടാണ് ഭർത്താവ് പഠിപ്പിച്ച്, ദൈവമേ പരീക്ഷ രക്ഷിക്കണം. നമ്മൾ ജഡമായി. ഞാനോ ജഡമായി പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടു. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല. പരീക്ഷ അവനറിയാം എവിടെ കുത്തണമെന്ന്. തന്തയ്ക്ക് വിളിച്ചാൽ, ഇപ്പോഴത്തെ പിള്ളേരെ തന്തയ്ക്ക് വിളിച്ചാൽ അവർ പറയും, എനിക്കെന്നാ ചെയ്തോ, എന്നെ അല്ലല്ലോ തന്തയ്ക്കില്ല. നിങ്ങളെ അതിനൊന്നും കൊള്ളത്തില്ല. ഞാൻ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച പിള്ളേരെയൊക്കെ തന്തയ്ക്ക് വിളിക്കണം. പോലീസുകാരെ വിളിച്ചാൽ സാറേ കാര്യം ഞാൻ പറയാം, പിന്നെ പറയാൻ പറയത്തില്ലേ. പക്ഷേ ഈ CBSE പഠിച്ച പിള്ളേരോട് നമ്മൾ തന്തയ്ക്കെന്ന് വിളിച്ചാൽ അറിയാം. ഹൂ കെയർസ്? അപ്പോൾ അവനറിയാം തന്തയ്ക്ക് വിളിച്ചാൽ മതിയാ നമുക്ക് കൊള്ളുമെന്ന്. പക്ഷെ തന്തയ്ക്ക് വിളിച്ചാലും മിണ്ടായിരിക്കണം നിത്യത. കർത്താവിനോട് ചോദിച്ചില്ലേ, രാജാവാണേ പാടാ, രാജാവാണേ ഇറങ്ങി പാടാ, രാജാവാണേ ധൈര്യം ഉണ്ട് ഇറങ്ങി പാടാ. കർത്താവ് ഇങ്ങനെ ആണിയും പിടിച്ചുകൊണ്ട് പോകുന്നായിരുന്നെങ്കിൽ പാപപരിഹാരം നടക്കുമോ? ഇല്ല. കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് മിണ്ടാതിരുന്നു. ദൈവമേ ക്രൂശിക്കപ്പെടണ്ടേ,
പരീക്ഷയെ നമ്മളിനി ചത്തൊന്ന് ബാക്കി വെക്കാൻ കർത്താവ് ഇങ്ങനെ കുത്തിക്കും ചിലപ്പോൾ കേട്ടോ. ചത്തൊന്ന് ബാക്കി വെക്കാൻ എന്തോ ചെയ്യും? കുത്തിക്കാൻ തുടങ്ങും. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് പരീക്ഷയെ കയറ്റരുതേ. ഒരു കാര്യമില്ലാതെ പരീക്ഷ വന്ന് കയറുന്നത്. ചിലപ്പം പിള്ളേരിൽ കൂടെ ആയിരിക്കും. പലപ്പോഴും ഈ പരീക്ഷ വരുന്ന പിള്ളേരിൽ കൂടെ വീട്ടിലൊക്കെ. തോക്കരുത്, ജയിക്കണ്ടേ. തോറ്റവരെ കൊണ്ട് നാണക്കേടായി. ഇനി ജയിച്ചവരെ കൊണ്ട് ദൈവം സന്തോഷിക്കണം. തോൽപ്പിച്ചിട്ട് ചെകുത്താൻ ചിരിക്കുക. ജയിച്ചവരെ കണ്ട് സ്വർഗം ചിരിക്കണം. പരീക്ഷ കയറ്റരുത്. പരീക്ഷയെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടങ്ങളുടെ വിടുവിക്കണം. പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയേണ്ടതിന് ഊടാടി നടക്കുക. എൻ്റെ മുന്നു മക്കളെ പോയി കയറരുത്. പല രൂപത്തിലായി പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുക. അവന് പോരാട്ടമുള്ള നമ്മളോട് മാത്രമാണ്. ദൈവമക്കളെ വീടിക്കാൻ, ദൈവനാമം ദുഷിപ്പിച്ച് പരീക്ഷ കയറ്റി തകർക്കാൻ പദ്ധതികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ പ്രാർത്ഥിക്കണം, പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ, പ്രവേശിപ്പിക്കരുതേ. ഗൗരവമായി മനസ്സിലാകുന്നവരെല്ലാം പ്രാർത്ഥിച്ച് പരീക്ഷ കയറ്റി. പ്രത്യേകിച്ച് ഉപവാസ സമയത്തൊക്കെ പരീക്ഷകൾ കൂടാം കേട്ടോ. കാരണം യേശു ഉപവസിച്ചപ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വന്നത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ശത്രുവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാണ്. എന്നിട്ട് കർത്താവ് പ്രാക്ടിക്കലി പഠിപ്പിക്കുക, ഒരു സ്നേഹിതനുണ്ട് എന്ന് ഇരിക്കട്ടെ. ആ സ്നേഹിതനെടുക്കൽ അർദ്ധരാത്രിയിൽ ഒരാൾ വന്നു. അവൻ പറയുന്നു, ആ സ്നേഹിതൻ അർദ്ധരാത്രി അവൻ്റെ അടുക്ക വന്നപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് ഈ സ്നേഹിതനെ മനസ്സിലാക്കി. ഞാനതിനെ ഇങ്ങനെ പറയും, എ എന്ന സ്നേഹിതൻ്റെ അടുക്കൽ ബി എന്ന സ്നേഹിതൻ വന്നു. എപ്പോഴാണ് വന്നേ? അർദ്ധരാത്രിയിലാണ് വന്നത്. ഈ ബിക്ക് എന്ന സ്നേഹിതന് വിശക്കുന്നുണ്ടെന്ന് എക്ക് മനസ്സിലായി. എ ബിക്ക് വേണ്ടി എവിടെ പോയി? സി എന്ന സ്നേഹിതൻ്റെ അടുത്ത് പോയി. അർദ്ധരാത്രി പോയി. അവർ തമ്മിൽ സ്നേഹിതരാണ്. സിയുടെ അടുക്ക ചെന്നിട്ട് സിയെ ഉണർത്തി. എന്നിട്ട് സിയുടെ കയ്യിൽ നിന്ന് ബിക്ക് വേണ്ട അപ്പം മേടിച്ചുകൊണ്ട് കൊടുത്തു. ആര്? എ. ഇച്ചിരി കഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? എ എന്ന വ്യക്തി ബി എന്ന സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സിയുടെ അടുക്ക പോയിട്ട് ബിക്ക് വേണ്ടത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ പേരാണ് എന്ത്? മധ്യസ്ഥ പ്രാർത്ഥന. എ പോവുക. എയുടെ അടുത്തിൽ ആര് വന്നു? ബി വന്നു. എപ്പോഴാണ് വന്നത്? അർദ്ധരാത്രി. ഈ എ ചെന്ന് സിയോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സ്നേഹിതൻ വന്നു, അവന് വിശക്കുന്നുണ്ട്, 3 അപ്പം വേണം. അവരൻ്റെ വിശപ്പും വേദനയും അറിയുന്നവനെ അവരന് വേണ്ടി എഴുന്നേക്കത്തുള്ളൂ. അർദ്ധരാത്രി എഴുന്നേക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നാൽ ഈ എയുടെ അടുക്കൽ ബി വരികയാണ്. ദൈവസഭയുടെ ഒരു ചരിത്രം എന്താണെന്നറിയാമോ? ദൈവസഭയുടെ ചരിത്രം വായിക്കണം. ദൈവസഭകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹങ്ങൾ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അവരെ ആർക്കും വേണ്ടായിരുന്നു. പലയിടത്തും ആർക്കും വേണ്ടാത്ത വസ്തു അവിടെ കൊടുത്തത്. ഇവർക്ക് വാടകയ്ക്ക് കൊടുത്ത എല്ലാം ഈ തൂങ്ങിച്ചത്ത വീടുകളാണ്. കാരണം അത് കൊടുത്താൽ പേടിയുള്ളതെല്ലാം 100 രൂപ വാടകയ്ക്കും ഫ്രീ ആയിട്ടുമൊക്കെ ഇവർ മേടിച്ചു. പിന്നെ പലതും ശാപം പിടിച്ച ഭൂമിയൊക്കെ വില പറഞ്ഞ് കിട്ടി. അത് തെളിച്ചാൽ ചത്തുപോകുന്നൊക്കെ വിശ്വാസമാണ്. പക്ഷേ അതൊക്കെ അവർ മേടിച്ച് വെട്ടി തെളിച്ച് അവിടെ പ്രാർത്ഥിച്ചു. രാത്രി ഇവർ പ്രാർത്ഥിക്കുമ്പം അർദ്ധരാത്രിയിലൊക്കെ മനുഷ്യന് ഭൂതം ഇളകും, മനുഷ്യന് പേടി പിടിക്കും, മനുഷ്യൻ വിഷമിക്കും. ഓടിച്ചെല്ലുന്ന ആരെ എടുത്തോട്ടാ? പാസ്റ്റർ എടുത്തോട്ട്. എൻ്റെ അപ്പ 10-30 വർഷം രാത്രി പ്രാർത്ഥിച്ചു. 11 മണിയാകുമ്പം പ്രാർത്ഥിക്കായിരിക്കും. 1 മണി വരെ പ്രാർത്ഥിക്കും. 12-1 മണി വരെ. എത്ര വയ്യായെങ്കിലും അമ്മ ഇങ്ങനെ ഇരിക്കും, കൂടെ കുറച്ച് പേര് ഇരിക്കും. ഞങ്ങളത് കണ്ട് വളർന്ന ഈ അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മേളിലൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ അർദ്ധരാത്രി എന്തു മനുഷ്യനാണ് വരുന്നറിയാം. അതിനകത്ത് ഒത്തിരി പിള്ളേർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ വില്ല് പോലെ വളയും പിള്ളേർ. രാത്രി കരഞ്ഞ് കണ്ടിട്ടുണ്ടോ? കുത്തിക്കിടന്ന കരയും. എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെവിക്കാത്ത വേദനയാണോ അതാണ് പിള്ളേർ പെട്ടെന്ന് കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ അവസാനം നേഴ്സുമാർ പറയും, താഴെ ഒരു അപ്പച്ചൻ ഉപദേശമുണ്ട്, അവിടെ നിന്ന് പോയേക്കാൻ പറയും.
വീട്ടിൽ നിന്ന് പിള്ളേരെയും കൊണ്ട് രാത്രി പ്രാർത്ഥിക്കാൻ വരുന്നറിയാം. ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് ദൂരേന്ന് വരും. വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പിള്ളേരെ കാണുമ്പോൾ എൻ്റെ അപ്പ ഒരൊറ്റ ശാസനയാണ്, പിശാച് വിട്ടുപോകും. പേടിച്ചിട്ടാണേലും പിശാച് പോയിട്ടാണേലും കരച്ചിൽ നിൽക്കും. അങ്ങനെ എന്ത് പിള്ളേരെ രാത്രി കൊണ്ട് പ്രാർത്ഥിച്ചെന്ത് മക്കളുടെ കരച്ചിൽ നിന്ന്. അപ്പോൾ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്നവനെ തേടി ആര് വന്നോളും? ആളുകൾ വരും. പ്രാർത്ഥിച്ചാൽ മതി, തേടി വരും. എ പോയി ബിക്ക് വേണ്ടി എവിടെ പോയി? സിയിലെടുത്ത് പോയി. ഒറ്റ ചോദ്യം, 2024 10 മാസം ആകുക. ഈ 10 മാസത്തിനകത്ത് മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ അർദ്ധരാത്രി ഉണർന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ ഒന്ന് കര ഉയർത്താം. വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഉണർന്നു, രാത്രി പ്രാർത്ഥിച്ചു. കര ഉയർത്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേറൊരാൾക്ക് വേണ്ടി അർദ്ധരാത്രി ഉണർന്നെങ്കിൽ അവനാണ് പക്ഷപാതം. മറ്റൊരാളുടെ വേദന എന്നെ ഉണർത്തിയെന്ന്, മറ്റൊരാളുടെ സങ്കടം എന്നെ ഉണർത്തിയെന്ന്, മറ്റൊരാളുടെ നൊമ്പരം എന്നെ ഉണർത്തിയെന്ന്. എന്തിനാ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതാണ് കർത്താവ് പഠിപ്പിക്കുക. കർത്താവ് പഠിപ്പിച്ചു, എ എന്ന സ്നേഹിതൻ്റെ അടുക്കൽ ബി എന്ന സ്നേഹിതൻ വന്നു. ബി എന്ന സ്നേഹിതന് വേണ്ടി എ എന്ന സ്നേഹിതൻ സിയെടുത്ത് പോയി. ആർക്ക് വേണ്ടി മേടിച്ചു കൊടുത്തു? ബിക്ക് വേണ്ടി മേടിച്ചു കൊടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി പോകാൻ പഠിപ്പിക്കുകയാണ് കർത്താവ്. മുമ്പോട്ട് പോട്ടെ. 18-ാമത് അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 19-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. 21-ാം അധ്യായത്തിൽ കാണുന്നു, കർത്താവ് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത് അധ്യായം അതിൻ്റെ 34, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനം ചെയ്താലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അത് സർവ്വഭൂത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിനും സദാകാലം എന്ത് ചെയ്യണം? ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നൊരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. പറഞ്ഞേ, ഒത്തിരി കാര്യങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ, ഒത്തിരി കാര്യങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ, ഒത്തിരി അനുഭവങ്ങൾ. ഒരു അനുഭവം പറയാം, ഓർമ്മ വരുന്നത്. ഒരു ദിവസം ദൈവാത്മാവ് എൻ്റെ ഫാദറിനോട് കാണിച്ചു, ഒരു വെളിപ്പാട് കാണിച്ചു. ഞങ്ങളുടെ ഹോള് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് പൂർത്തി വർഷങ്ങളായി. സ്ട്രക്ചറൊക്കെ തീർന്നു. അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഓഫീസ് റൂമുണ്ട്. അതിൻ്റെ അവിടെ ഒത്തിരി പോലീസുകാർ നിൽക്കുന്നു. ഒത്തിരി പോലീസുകാർ നിൽക്കുന്ന ഒരു ദർശനം കണ്ടു. അത് സമാനമായി പല്ല് കണ്ടു. ഞങ്ങളതിൻ്റെ പിന്നെ പെട്ടെന്ന് ഉപവസിക്കുകയാണ്. നിരന്തരമായി ഉപവസിക്കുക. ആ ഒരു വിഷയത്തിന് വേണ്ടി ദൈവാത്മാവ് ഒരു നിയോഗം തന്നുകൊണ്ട് ഇതുപോലെ സഭ ഉപവസിക്കുകയാണ്. ഉപവസിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായി പ്രിയരെ. എൻ്റെ കൂടെ ഒരു വാഹനം ഓടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ന്യൂലി മാരീഡാ. അപ്പോൾ അവന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ വീട്ടിൽ അവളെ നിർത്താനൊക്കത്തില്ല, അതുകൊണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ തിടക്കുന്ന ഓഫീസിലോട്ട് നീ വന്ന് അതൊന്ന് വൃത്തിയാക്കി തരാൻ, കട്ടനൊക്കെ ഇട്ട്. ഞാൻ പെട്ടെന്ന് കട്ടനൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. നിങ്ങളിവിടെ കിടന്നു. അതാകുമ്പോൾ ഒരു ഗുണമുണ്ട്, നീ താമസിച്ച് വന്നാലും പേടിക്കണ്ട, വീടടുത്ത് പാസനേജ് അടുത്തുള്ളതുകൊണ്ട് അവൾക്ക് പാസനേജ് വന്നിരിക്കാൻ, കൊച്ചു പെണ്ണ. അപ്പോൾ പേടിക്കണ്ട, അവൾക്ക് കയറി പാസനേജോട്ട് വരാം. ശരി എന്നെല്ലാം പറഞ്ഞ് അവരതിനെ താമസം. പക്ഷേ ഇവക്ക് ഇച്ചിരി ഈ പിള്ളേരുടെ സ്വഭാവമാണ്. നേരം കണ്ടില്ലെങ്കിൽ ചേട്ടാ 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 വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനോട് പറഞ്ഞു, മോളെ എപ്പോഴും വിളിക്കരുത്. സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ചേട്ടാ വിളിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ ആളെ വെച്ചേക്കുന്നത്. അവനോട് ഫോൺ ചെയ്താൽ പിന്നെ ആര് വണ്ടി ഓടിക്കും? അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കൾ എപ്പോഴും വിളിക്കരുത്. ഇവളെപ്പോഴും ചേട്ടാ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം രാത്രി ഞാൻ അവിടെ ഇല്ല. ദേവദാസം പ്രാർത്ഥിക്കാൻ ശുശ്രൂഷി കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹം ഇതുപോലെ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പുള്ളി പോകും. പുള്ളിയെ രാത്രി ബസ്സെ കയറ്റി വിടണം. അതിനിടയ്ക്ക് ഒരു വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പം നേരത്തെ പറഞ്ഞിരുന്ന പാട്ട് പാടുമ്പോൾ പുള്ളി ഇറങ്ങി വരും. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഭാര്യ ഇറങ്ങി വന്ന് അവർക്ക് ചോറ് കൊടുത്ത് പെട്ടെന്ന് ഈ വണ്ടി എടുത്ത് ഈ ഡ്രൈവറെ കൂട്ടി വിടാനാണ്. അപ്പോൾ ഈ ഡ്രൈവർ വന്നു, കൊച്ചു ചെറുക്കനാണ്. അവൻ വന്നു, ഈ പാസ് ഇറങ്ങി വന്നു, വണ്ടിയെ കയറി ധൃതി വെച്ച് പോവാം. വണ്ടിയെ കയറ്റി വിടണം, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണം. അപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ കയറി. ഈ പെണ്ണ് ഓടി ഇറങ്ങി വന്നു, ചേട്ടാ 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 ചേട്ടൻ ഇവിടെ പോവാം. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടൻ എവിടെ നിന്ന് പോട്ടെ, ചേട്ടൻ വരും, നീ പോയി യോത്തടിക്കാൻ പോകും. ഇവൻ വണ്ടി കൊണ്ട് പോയി. ഈ പെണ്ണ് ഓടി ചെന്ന് ഈ മുറി കയറി കഥ അടച്ചു. ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രായമുള്ള കുറേ ചേച്ചിമാരെ യോഗം കഴിഞ്ഞ് ജീപ്പേ ട്രിപ്പ് അടിക്കുക, തിരിച്ചു വിടുക. അതിൽ കുറച്ച് പേര് ഒന്നിച്ച് കയറിയപ്പോൾ പറഞ്ഞു, അയ്യോ ഒത്തിരി പേരുണ്ട്, എന്നാൽ കുറച്ച് പേരെ നിൽക്കും, ഒരു ട്രിപ്പ് കൂടെ അടിക്കാം, ഒരു 5 മിനിറ്റ് മതി, 10 മിനിറ്റ് മതി. അപ്പോൾ അവർ കുറച്ച് പേര് ഇറങ്ങി. അതിനകത്ത് പ്രായമുള്ളൊരു ചേച്ചിക്ക് ഒരു സംശയം. ചുമ്മാ ഈ മുറിയുടെ ജനലിനിടയിൽ കൂടെ നോക്കിയപ്പോൾ ഈ പെണ്ണ് തൂങ്ങിച്ചാവുക.
കഴുത്തെ കുരുക്കിട്ട് കഴുത്തെ കയറ് വെക്കാൻ തുടങ്ങുക. ഇവരിത് കണ്ട് ജനലെ കിടന്ന് അട്ടിച്ച് പിന്നെ എല്ലാവരും കൂടെ ചവിട്ടി പൊളിച്ച് കയറി ഇതിനെ എടുത്തു. ചത്തില്ല, ഉപവാസം നടക്കുകയായിരുന്നു. അവിടെ പോലീസ് നിൽക്കുന്ന കണ്ട്. പക്ഷെ ദൈവ കൃപയാൽ ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഭൂതം ഇളകി, ഇത് വരണ്ട് ചൂരുണ്ട് ബഹളം വെച്ച് എന്തെല്ലാം ഗതികേട് കാണിച്ചെന്നറിയാം. ഏതാനും തമ്പുരാൻ്റെ കൃപ കൊണ്ട് ചത്തില്ല. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം അങ്ങ് ഒഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളോട് തമ്പുരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അന്നേരം അങ്ങ് പ്രാർത്ഥിക്കണം, നാളത്തേനും ബാക്കി വെക്കരുത്. അങ്ങ് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം സംഭവിക്കും. എന്ത് ചെയ്യും? എല്ലാവരും അടുത്തിരിക്കുന്ന ആടെ കൈ പിടിച്ച് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു പോകുന്നു പറ, ഒഴിഞ്ഞു പോകും. അതായത് ഈ പ്രശ്നത്തിന് നമ്മളെ ബാധിക്കാതെ അങ്ങ് ഒഴിഞ്ഞു പോകും. അങ്ങനെ പ്രശ്നമുണ്ടേ നമുക്ക് അതൊരു ഓർമ്മയെന്നുള്ള. ഇപ്പം നമ്മളെ ബാധിച്ചില്ല, തൂങ്ങിച്ചാകാൻ തുടങ്ങി, നമ്മൾ അഴിച്ചുവിട്ടു, നമ്മളെ പിടിച്ചു, രക്ഷപ്പെട്ടു. അപ്പം അത് മരിച്ചായിരുന്നെങ്കിൽ ഒരു വെളിപ്പാട് കിടക്കുക, പോലീസ് നിൽക്കുന്നത്, ഇതിനെല്ലാം പുറകെ നമ്മൾ തൂങ്ങണ്ടേ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും എന്തു ചെയ്യും? പറഞ്ഞേ എന്തു ചെയ്യും? അതുകൊണ്ടാണ് കർത്താവ് പറയുക, ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിനും സദാകാലം എന്തു ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ നിൽക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഒഴിഞ്ഞു പോകണം. രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. എന്നോട് ഈ ഒരു വാക്യം ഒരു ദൈവദാസൻ വിളിച്ച് പറഞ്ഞു രാവിലെ. ഞാൻ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് 21 ദിവസം സഭയിൽ ഉപവാസം വെച്ചു. എന്നോട് ഇങ്ങനെ ഒരു ദൈവദാസൻ ആലോചന പറഞ്ഞു, ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്കതൊരു നിയോഗം തോന്നി. 21 ദിവസം പ്രാർത്ഥിച്ചു. 18ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്തിന് വരികയാണ്. ഉച്ച കഴിഞ്ഞ് ഒരു യോഗത്തിന് വരുമ്പോൾ ഒരു ആൻറ്റി എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് മറ്റൊരാളെന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ സഭയിലൊരു കുഞ്ഞ്, അവന് റാന്നിയിലുള്ള ഒരു LIC കെട്ടിടം, 3 നില കെട്ടിടം, അതിൻ്റെ മകളിൽ നിന്നുകൊണ്ട് പ്ലംബിങ്ങാണ് ചെയ്തപ്പോൾ അവൻ്റെ ഈ ലാഡർ ഉണ്ടായിരുന്നു, ഏണി, അതിങ്ങനെ എടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ലാഡർ പോയിട്ട് അടുത്ത് പോയി 11 kV ചെന്ന് തട്ടി. ഈ 11 kV തട്ടി ഷോക്ക് അടിച്ചിട്ട് ഇവൻ തെറിച്ച് വീണ് ഇവൻ ചത്തു. എല്ലാവരും പറഞ്ഞു ഇവൻ ചത്തെന്ന്. ഇവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ഞാൻ പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് എൻ്റെ ഭാര്യ എല്ലാവരും പോയി. അവിടെ ചെന്നപ്പോൾ അവൻ മരിച്ച് കിടക്കുക. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പിന്നെയും CPR കൊടുത്തപ്പോൾ ചെറിയ അനക്കം. പെട്ടെന്ന് ഡോക്ടർ ഇവനെ കൂടെ കയറ്റി, ആംബുലൻസ് കയറ്റി, ഡോക്ടറും കൂടെ കയറി CPR കൊടുത്ത് അവനെ അടുത്തുള്ള ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റലിൽ, അതിച്ചിവിടെ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ വെൻറ്റിലേറ്ററിൽ കയറ്റണം. ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ കയറ്റിയിട്ടും കാര്യമില്ല, അവൻ്റെ ബ്രെയിൻ ഡെത്തായിട്ടുണ്ട്, അവനിനി ജീവിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങൾ വെൻറ്റിലേറ്റർ ഇട്ടു. സഭ അന്ന് രാത്രി കൂടി പ്രാർത്ഥിച്ചു. ഒഴിഞ്ഞു പോകാൻ 21 ദിവസം പ്രാർത്ഥിച്ചിട്ട് 18ാമത്തെ ദിവസമായി നടക്കണ്ട. അപ്പോൾ 21 കഴിയുമ്പോൾ പിന്നെ അടക്കം നടക്കണം. പക്ഷേ അന്നും രാത്രി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ, 18 ദിവസമായി, കൊച്ചി ഇറക്കൻ ഭാര്യ, കുഞ്ഞിന് 3 മാസമായിട്ടുള്ളൂ. കുഞ്ഞിന് 3 മാസം, ഒറ്റ ആങ്കൊച്ച്, ഒരു കുഞ്ഞ്, അവൻ്റെ കുഞ്ഞിന് 3 മാസം, ഭാര്യ ഒരു കൊച്ചു പെണ്ണ്. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ കേൾക്കണം, പിറ്റേ ദിവസം അവൻ വെൻറ്റിലേറ്ററിൽ നിന്ന് റിമൂവായി. അന്ന് തന്നെ അവൻ ICU ഇറങ്ങിയപ്പോൾ അവന് ഓർമ്മയില്ല. പ്രാർത്ഥിച്ചു, ഓർമ്മ കിട്ടി. 21 മുമ്പ് അവൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞ, അച്ഛാ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം, സ്തോത്ര പ്രാർത്ഥന. അപ്പോൾ എൻ്റെ സമയം നോക്കി അവിടെ യോഗം വെച്ചു. ഞാൻ ചെല്ലുമ്പോൾ മുറ്റത്ത് പന്തലിട്ടിട്ടുണ്ട്, നാട്ടുകാരെല്ലാം ഉണ്ട്, മൈക്കുണ്ട്, എല്ലാ സൗകര്യവും കൺവെൻഷൻ പോലെ. ഞാൻ അകത്ത് ചെന്നപ്പോൾ ഒരു 10-250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നവൻ്റെ അച്ഛൻ ഇന്ന് പറയണം. ഞാൻ ചെന്താ, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, യോഗം നടത്താനല്ല, ബോഡി വെക്കാനായിരുന്നെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊയർ പാടിയനെ, ഈ പാട്ടല്ല, സമയാമാറ്റത്തിൽ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തേനെ, ചിക്കൻ ബിരിയാണി അല്ല, മരണ വീട്ടിലെ വെജിറ്റേറിയൻ ഫുഡ്, കഞ്ഞിയും പയറുമോ ചോറും സാമ്പാറും. ഇന്ന് കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി, ഇന്ന് വെച്ചിരിക്കുന്ന പാട്ട് നന്ദിയുടെ പാട്ട്, ഇന്ന് പന്തലിട്ടേക്കുന്നത് ബോഡി വെക്കാനല്ല, യോഗം നടത്താൻ. കാരണം കൂടെ പറയണം, നീക്കുപോക്കൾ തരുന്ന ദൈവം. ഇന്നവൻ ഗൾഫിലുണ്ട്, എല്ലാ മാസവും ദശാംശം അയക്കും. അവന് വീണ്ടും കുഞ്ഞുണ്ടായി, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ. എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച എല്ലാം ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആത്മാവ് ഒരു ഭാരം തന്നാൽ വീണ് കിടന്നങ്ങ് പ്രാർത്ഥിച്ചോണം. എന്നാ സംഭവിക്കുന്നറിയാം, ഒഴിഞ്ഞുപോക്കുകളുണ്ടാകും. ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പ്രാപ്തരാകേണ്ടതിന് സദാകാലം എന്തു ചെയ്യണം? ഉണർന്ന് എങ്ങനെല്ലാം പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ തബീത എന്ന് പറഞ്ഞൊരു സ്ത്രീ മരിച്ചു. അവിടെ പത്രോസ് വരുന്നു, ശവം കൊണ്ട് കിടത്തി മാളികമുറിയിൽ. 9-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. പത്രോസ് ആ ശവത്തിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് ശവത്തോട് പറയും, തബീത എഴുന്നേക്കാൻ പറയും. ശവത്തിൻ്റെ അടുക്കൽ പോയി എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പത്രോസ് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ച അത്ഭുതം ഉണ്ടാകും. മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പൗരുഷൻ്റെ ശുശ്രൂഷകൾ തുടങ്ങിയ സമയത്ത്
ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ എളിയവനായി ഞാൻ ചെവി കേട്ടൊരു കാര്യം, മുഴങ്കാലുകളിൽ മേൽ പ്രാർത്ഥിക്കുക. അങ്ങനെ മുഴങ്കാലിൽ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ആ പൗരുഷൻ ആ പോകേണ്ട സമയം ഒരു അതിഭീകരമായ ഭയാനകം. ഞങ്ങളൊക്കെ ആ സമയത്ത് അവിടെ ചെന്നതാണ്. പക്ഷേ അതിൻ്റെ ആ സമയങ്ങളാണ് ചെല്ലുക. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ മുഴങ്കാലുമേൽ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സീരിയസ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്, അല്ലാതെ റെക്കോർഡിങ്ങൊന്നുമല്ല. ലൈവായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർ ലിസ്റ്റ് കൊണ്ടുത്തരും, നമ്മൾ അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരു അച്ചായനെ വളരെ സീരിയസ് ആയിട്ട് തിരുവല്ലായിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പുള്ളി വന്ന് സാക്ഷ്യം പറഞ്ഞ ഈ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തോടടുത്തു. അദ്ദേഹം സീരിയസ് ആണ്. അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടുന്നു. നമ്മളും പ്രാർത്ഥിക്കുക, കർത്താവെ രക്ഷിക്കണേ. അപ്പോൾ ഇദ്ദേഹത്തിനൊരു നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി മുട്ടയിന്ന് പ്രാർത്ഥിക്കുക. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് ടിപ്പിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായി, ടിപ്പിക്കൽ എക്സ്പീരിയൻസ്. പുള്ളി മരിച്ചു. അപ്പോൾ തന്നെ പുള്ളി സീരിയസ് ആണെന്ന് അറിയുന്നു. പുള്ളി കാണുന്നത് പുള്ളി മരിച്ചിട്ട് പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയിട്ട് പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ ഭൗതിക ശരീരം ഒരുക്കി റെഡിയാക്കി പെട്ടിക്കകത്ത് വെച്ച് ആംബുലൻസ് കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകുക. ഇത് പുള്ളി കാണുക. എന്നിട്ട് ഇത് വീട്ടിലോട്ട് ചെന്ന് വീടിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ആംബുലൻസിൽ നിന്ന് ഇറക്കി ബോഡി ഇറക്കിയിട്ട് എല്ലാവരും കൂടെ ചുമ്മിക്കൊണ്ട് പോവുക. പുള്ളി കാണുകയാണേ, പുള്ളിയുടെ കണ്ട കാര്യമാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എടുത്തുകൊണ്ട് ചെന്ന് പുള്ളി വീട്ടിലോട്ട് കയറിയപ്പം പുള്ളി കാണുകയാണ് കുറേ ഉപദേശിമാരിങ്ങനെ മുട്ടയെ കുത്തി നിരന്നിരിക്കുന്നു. ഈ ബോഡിയെ കയറ്റി വിടുന്നില്ല. അപ്പോൾ ഈ കൊണ്ടുപോയവരും ഈ മുട്ടയിൽ നിൽക്കുന്നവരും തമ്മിലൊരു ഫൈറ്റ് നടക്കുക. ഇവർ തള്ളി കൊണ്ടുപോകാൻ നോക്കുന്നു, അവർ വിടത്തില്ല, അവർ മുട്ടയിൽ നിൽക്കുക. അപ്പം പുള്ളി പറഞ്ഞു, ആ മുട്ടയിൽ നിൽക്കുന്നതിനിടയ്ക്ക് ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരൊറ്റ തൊഴി, പറന്നൊരു തൊഴി പെട്ടിയെ കൊണ്ട് പെട്ടി മറന്ന് താഴെ വീണു. പുള്ളി അങ്ങോണം. പുള്ളി അങ്ങ് ജീവിച്ചു. പുള്ളി എത്തിട്ടില്ല ഇപ്പോഴും. പുള്ളി ഒന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്കൊരു അടയ്ക്കുന്നു. ഏത് ഉപദേശിയാണെന്ന് പ്രിൻസിപ്പാൾസല്ലേ, മുണ്ടൊക്കെ മടക്കി കുത്തി ഒരൊറ്റ ചാട്ടം, ഒറ്റ തൊഴിയാന്ന് പറഞ്ഞു. പെട്ടി താഴെ പുള്ളി കണ്ട കാര്യം. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, നമ്മൾ ഇവിടെ നിന്ന് മുട്ട് കുത്തിയാൽ അവിടെ തൊഴി കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൂരെ ഒരു അത്ഭുതം നടക്കും. അതാണ് ഈ പ്രാർത്ഥനയുടെ അത്ഭുതം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. എല്ലാവരും പറഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കാം? മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഇനി മോശ സമാപന കൂടാരത്തിന് മുമ്പിൽ എന്തോ എന്നറിയാം, കവിണ് വീണ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കവിണ് വീണ് പ്രാർത്ഥിക്കാം. ഒരു രാത്രി ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ള സാക്ഷിയാണ്. നിങ്ങൾ കേൾക്കണം, കേട്ടില്ലാത്തവർക്ക് വേണ്ടി. എങ്കിലും അനുഭവങ്ങൾ മറക്കാതെ പറയുന്നത് നല്ലതല്ലേ. ഒരു രാത്രി ഒരു ചേച്ചി വന്നു, ഇച്ചയ്യ, ഒരു ഹൈന്ദവ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് മാനസിക പ്രശ്നം. അവർ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നു. ഇവിടുന്ന് ദൂരെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഒത്തിരി ദൂരെ നിന്ന് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവർ ചിരിച്ചു, കഞ്ഞി കുടിച്ച്, വെള്ളം ഒത്തിരി ദിവസമായിട്ട് മിണ്ടാതിരിക്കുക, ഒന്നും കഴിക്കാതെ. അമ്മ നല്ലൊരമ്മ, പാവം അമ്മ. അവരങ്ങ് ചിരിച്ചു, സന്തോഷമായി. അപ്പോൾ പ്രാർത്ഥിച്ചു. അപ്പോൾ രാത്രിയായി, ഒത്തിരി ലേറ്റായി. ഇവരുടെ വീട്ടുകാരെല്ലാം കൂടെ കൊണ്ടുവന്ന. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്കിനി വീട്ടിൽ പോകാൻ പേടിയായി. ഇപ്പോൾ എനിക്ക് ഓക്കെ ആയി, സന്തോഷമായി, ചിരിക്കാൻ തുടങ്ങി, വർത്തമാനം പറയാൻ തുടങ്ങി. ഞാനിന്ന് ഇവിടെ കിടന്നോട്ടം ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, വലിയ സന്തോഷം, അമ്മച്ചി ഇവിടെ കിടന്നു. ആ അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ കിടന്നു. അവരെല്ലാം പോയി. രാത്രി ഞങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കിയപ്പോൾ അമ്മച്ചി ഉറക്കുക. വെളുപ്പിനെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഉറക്കുക. അവളൊരു കുറച്ച് കഴിഞ്ഞ് ചായ അനത്തിക്കൊണ്ട് വന്നപ്പോൾ ഈ അമ്മച്ചിയെ കാണുന്നില്ല. അപ്പോൾ എന്നെ കൊണ്ട് ഒന്ന് പറഞ്ഞു, അച്ഛാ ഇച്ചയെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയെ എവിടെ അങ്ങനെ കാണുന്നു. പക്ഷേ ഇച്ചയെ അവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു. എല്ലാവരും വന്നു, എല്ലായിടത്തും പോയി തപ്പി. ഇച്ചയില്ല. രാവിലെ കണ്ട ഇച്ചയെ വീട്ടിലില്ല. എൻ്റെ പൊന്നോടെ തമ്പുരാനെ, ഇച്ചയെ എന്ത് ചെയ്യും? ഞങ്ങൾ തപ്പാവുന്ന വഴി മുഴുവൻ തപ്പി, ഫസ്റ്റ് ബസ് പോകുന്നതിൻ്റെ പുറകെ മുഴുവൻ പോയി നോക്കി, ഇച്ചയില്ല. അവസാനം ഒരു 10 മണി ആയപ്പോഴത്തേന്, 8:30 9 മണി ആയപ്പോഴത്തേന് അവരുടെ വീട്ടിലറിയിച്ചു. വീട്ടിൽ നിന്ന് ഒരു വണ്ടി ആൾ വന്നു. അവിടുന്ന് വന്നു. അവിടെ ഇച്ചയുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അപ്പ ഇങ്ങനെ കാനവാസ് കസേരയിൽ കിടക്കുക. ആ വന്ന ചേട്ടായി തന്നെത്താൻ ഇടിച്ചുകൊണ്ട് അങ്ങ് വീണു. എൻ്റെ പാസ്റ്റർക്ക് ഒരു ഭാര്യയില്ല, ഇനി എന്തിനാ എൻ്റെ ഭാര്യയെ കൂടെ? എൻ്റെ ഭാര്യയെത്താ, ഞാൻ എൻ്റെ വസ്തു എല്ലാം എഴുതിത്തരാം, എൻ്റെ ഭാര്യയെത്താ. പാവം ഇടിക്കുക, എൻ്റെ ഭാര്യയെത്താ. ഭാര്യ എന്തിയാ? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വലിയ വിഷയമാവുമല്ലോ. തലേദിവസം വന്ന മറ്റൊരു മതത്തിൽപ്പെട്ട സഹോദരി രാവിലെ ഇല്ലെന്ന് പറഞ്ഞു. നമ്മളെവിടെ പോവും? അവരുടെ ബന്ധുക്കളെല്ലാം വന്ന് മുറ്റം നിറച്ച ആൾക്കാർ നിൽക്കുക. എന്തി രാത്രി വീട്ടിലാക്കിയിട്ട് പോയ എന്തി? എനിക്ക് ഒറ്റ കാര്യം അന്ന് ഇന്നും എല്ലാം അറിയത്തുള്ളൂ. ഞാൻ ഹോളിൽ കയറി. ഇതുപോലെ തറ, സ്റ്റേജ, പരിവർത്തത ഒന്നും ചെയ്തിട്ടില്ല. കെട്ടിയടയ്ക്കാത്ത ഹോൾ അന്ന് ഇത്തിരി വർഷം മുമ്പ്. ആ പരിപരുത്ത തറയെ കമന്ന് കിടന്നു. തമ്പുരാനെ, ഇച്ചയെ കിട്ടാതെ ഞാൻ എഴുന്നേക്കത്തില്ല. കാരണം എഴുന്നേറ്റ ഇവന്മാരുടെ ഈ നിൽക്കുന്നവരുടെ എല്ലാം രൂപം മാറി.
9 10 11 12 ഞാൻ കിടക്കുക. ഇച്ചയെ കാണാൻ ഞാൻ എഴുന്നേക്കത്തില്ല. 1 മണിയാകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്. കുടുംബ വീട്ടിൻ്റെ അവിടെ ഒരു കിണറുണ്ട്, കിണറ്റിലൊരു സ്ത്രീ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാണ്ട് പറഞ്ഞു ആ കിണറ്റിൽ ഒരാൾ കിടക്കുന്നു. അച്ചാച്ചൻ വരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ പോയി നോക്ക്. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇച്ചയ്യ കിണറ്റിൽ കിടപ്പുണ്ട്, ചത്തിട്ടില്ല. പൊങ്ങി വന്നൊരു പോച്ചയെ പിടിച്ച് നിൽപ്പുണ്ട്. ഞങ്ങൾ ചെന്നു, ഫയർഫോഴ്സൊക്കെ വന്നു, ഇച്ചയ്യെ പുറത്തെടുത്തു. ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയ്യ എന്താ പറ്റിയേ? ഇച്ചയെ പറഞ്ഞു, മോനെ എനിക്കും അറിയത്തില്ലടാ, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റ് മുറ്റത്ത് നിന്നപ്പോൾ റോഡിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ബാ. ഞാൻ ആ സ്ത്രീയുടെ പുറകെ പോയി. ആ സ്ത്രീ എന്നെ വിളിച്ചു, മാടി വിളിച്ചു, ബാ. അവിടെ ചെന്നപ്പം കിണറിൻ്റെ കര നിന്നുകൊണ്ട് വിളിച്ചു, ബാ. ഇവരാ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവരെ കിണറ്റിൻ്റെ അവിടോട്ട് താണി എന്നിട്ട് വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു, ബാ. ഒരിടത്ത് ചാടിയതാണ്. 1.5 താഴ്ചയുണ്ട് ആ കിണറ്റി. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. എന്നറിയാമോ? ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ബന്ധുവീട് സന്ദർശിക്കുകയും കാൽ വഴുതി കിണറ്റി പോവുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. വാർത്ത ശുഭം. അല്ലാതെ എന്താ വന്നതിന്? പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥിക്കാനിട്ട സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ സീനിയർ പാസ്റ്റർ മകനും അറസ്റ്റിൽ. വന്നോ? ഇല്ല. കവന്ന് കിടന്ന ഓർമ്മയുണ്ട്. എന്തോ ചെയ്തു? പറഞ്ഞോ എന്തോ ചെയ്തു? ഒഴിഞ്ഞുപോയി. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, കമന്ന് കിടന്ന് പ്രാർത്ഥിക്കാം. വേദോസം പറയുന്നു, പുരുഷന്മാർ കോപവും വാഗ്വാദം വിട്ട് വിശുദ്ധ കാര്യങ്ങളെ എന്തു ചെയ്യണം? ഉയർത്തി പ്രാർത്ഥിക്കണം. മോശ യുദ്ധം വരികയെ ആഗ്രഹനും കൂരും താങ്ങിപ്പിടിച്ചു. കരങ്ങൾ ഉയർത്തി എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. എരിഹോ മതിലിന് ചുറ്റും അവർ നടന്ന് കാഹള ഊതി. എരിഹോ ഇടിഞ്ഞു. അങ്ങനെയെങ്കിൽ നടന്ന് പ്രാർത്ഥിക്കാം, കര ഉയർത്തി പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, ഈ കവന്ന് കിടന്ന് പ്രാർത്ഥിക്കാം. ഒരു കാര്യം സംഭവിക്കും, ഒഴിഞ്ഞു പോക്കുകളുണ്ടാകും. ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകും. ഇതുവരെയുള്ള അനുഭവങ്ങളിൽ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയട്ടെ, ആയിരക്കണക്കിന് കാര്യങ്ങളാണ് ഒഴിഞ്ഞു പോയത്. ഒഴിഞ്ഞു പോകും. പ്രാർത്ഥിക്കാൻ പോകുക, എല്ലാവരും പ്രാർത്ഥിച്ചു. എങ്ങനെയും പ്രാർത്ഥിക്കാം. ഒരു 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. അത്യാവശ്യമുള്ളവർ പൊക്കോണേ, പോകേണ്ടവർ എമർജൻസി ഉണ്ടെങ്കിൽ പൊക്കോണം. മുട്ട ഇന്ന് പ്രാർത്ഥിക്കാവുന്നവരെല്ലാം മുട്ട ഇന്ന് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാവുന്നവർ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കവണ് വീണ് പ്രാർത്ഥിക്കാവുന്നവർ കവണ് വീണ് പ്രാർത്ഥിക്കുക. കസേരകൾ വേണമെങ്കിൽ മടക്കി വെച്ച് പ്രാർത്ഥിക്കുക. കസേരകൾ വേണമെങ്കിൽ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണം. കസേരകൾ വേണമെങ്കിൽ ഇച്ചിരി മടക്കിയൊക്കെ വെച്ചിട്ട് എങ്ങനെയും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയുന്നു, ഒഴിഞ്ഞുപോക്കുകളുടെ രാത്രിയായത്. ഞാൻ പ്രവചിച്ച് പറയുക, വചനത്താൽ ഞാൻ പ്രവചിക്കുന്നു, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ഒഴിഞ്ഞു പോകും. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണേ. നാളെ രാവിലെ പരസ്യയോഗം, റാലി, പ്രാർത്ഥനാ റാലി, തിങ്കളാഴ്ച മുതൽ കൺവെൻഷൻ. 100 കണക്കിന് പ്രിയപ്പെട്ടവർ വരുന്നു, പോകുന്നു, വാഹനങ്ങൾ ഓടുന്നു. സാത്താൻ്റെ എല്ലാ കുതന്ത്രങ്ങളും ഒഴിഞ്ഞു പോകണം. അതിനിടയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു. ദൈവമേ, ഇരിക്കാവുന്നവരിരുന്നോ, നിൽക്കാവുന്നവർ നിന്നാൽ മതി. എല്ലാവരും വയ്യാത്തവരാരും കഷ്ടപ്പെടണ്ട. ആകുന്നവർ മാത്രം അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാത്തവർ അവർക്ക് കഴിയുന്ന പോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങളെ ദൈവം ഒഴിച്ചുവിടും. കുഞ്ഞുങ്ങളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ഗൗരവമായി പ്രാർത്ഥിച്ചേ. ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ചില അന്ധകാര ശക്തികൾ ഒഴിഞ്ഞു പോകും. ശത്രുവിൻ്റെ ചില തന്ത്രങ്ങൾ ഒഴിഞ്ഞു പോകും. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കും എന്ന് വാദിച്ച് പുറകെ ഉന്നം വെച്ച ചില വൈരിയുടെ ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ. ഇന്ന് പകൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു പോക്കുകളുണ്ടാകട്ടെ. ഒഴിഞ്ഞു പോകട്ടെ. ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുമ്പിൽ പതറാതെ കൺമണി പോലെ കാക്കും കരങ്ങളിൽ നമ്മളെ മൂടി മറച്ച ദൈവമേ, റിബ ലക ദിര ധന ഹദന റിഗന ശകന ദിഗനം ധാര ദേന ദീഖ രകന ഹദ്ദന റിബന. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഈ സീരിയസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മശാനം പ്രാപിച്ച് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. ഒരു വാക്കെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കാവുന്നവരൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കണേ. ഈ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടകിന് നേരെ ഉന്നം വച്ച് വരുന്ന ചില ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. അധുനിയ, റബനിയ, ഷഗനിയ, ദിഗനിയ, റഗന, അദന, റബന. ഈ സഭയ്ക്ക് നേരെ വരുന്ന എല്ലാ ദുഷ്ടൻ്റെ പദ്ധതികളും ഒഴിഞ്ഞു പോകട്ടെ.
സഭയുടെ കുടുംബങ്ങളെ നേരെ ദൃഷ്ടി വച്ചിരിക്കുന്ന ദുഷ്ട അരൂപി ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. റിഖാര ബാബ 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 റിബാല ബാല 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 ബാല